അണ്ടഘടാഹങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹ്, ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹ്, സകലചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീഅ, നമ്മുടെ തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ്. നമ്മളുടെ ജീവിതം ആർക്ക് വേണ്ടി എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ മെജോറിറ്റി ആളുകളും ഉത്തരം പറയുക മക്കൾക്ക് വേണ്ടിയിട്ടാണ്, കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ്. പലതും ത്യജിക്കാനും നമ്മളുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ വരെ മാറ്റിവെക്കാനും അവർക്ക് വേണ്ടി നമ്മൾ തയ്യാറായവരാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ ആ കുടുംബത്തിന്റെ മേഖലകളിലേക്ക് ഈ വേളയിൽ ഞാൻ കടന്നു പോണില്ല. പക്ഷെ അല്ലാഹു തആല പറയാണ്, ഇവിടെ നമുക്ക് ഏത് കോംപ്രമൈസ് ചെയ്തും നമ്മളുടെ കുടുംബത്തെ കൂടെ നിർത്താൻ, വിട്ടുവീഴ്ച ചെയ്ത് കൂടെ നിർത്താൻ, അവരുടെ സന്തോഷങ്ങൾ, ഹാപ്പിനെസ്സിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒക്കെ നമുക്ക് കഴിയും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ആ കുടുംബത്തിന്റെ കൂടെ എന്നും ഉണ്ടാകേണ്ടത് എവിടെയാണ്? നാളെ പരലോകത്തിലാണ്, സ്വർഗത്തിലാണ്. അവിടെ കുടുംബത്തോടുകൂടെ ഒരുമിച്ച് ചേരണമെങ്കിൽ, ആ സന്തോഷം നിലനിൽക്കണമെങ്കിൽ ഒരു വിശ്വാസ സംഹിത നമുക്ക് ആവശ്യമാണ്. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളായ ആളുകളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരത്തെ, കുടുംബത്തിനെ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ്. നമ്മളുടെ ശരീരം നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടണം, നമ്മളുടെ കുടുംബം രക്ഷപ്പെടണം. സത്യത്തിൽ നിങ്ങൾക്കറിയോ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ അല്ലാഹു തആല പറയുന്ന ഒരു വിഷയമുണ്ട്. നാളെ പരലോകത്തിൽ ഏറ്റവും വലിയ പരാജയക്കാർ ആരാണ്? അല്ലാഹു പറയാണ്, അല്ലദീന ഖസറൂ അൻഫുസഹും വ അഹ്ലീഹിം, അവരുടെ കുടുംബത്തിനോടും ശരീരത്തിനോടും നഷ്ടം പ്രവർത്തിച്ച ആളുകള്. അവിടെ എവിടെയാണ് നഷ്ടമെന്ന് ഖുർആൻ പറയുന്നുണ്ട്, ഖസറൂ അൻഫുസഹും യൗമൽ ഖിയാമഹ, ഖിയാമത്ത് നാളിലൂടെ നഷ്ടം പ്രവർത്തിച്ചതായ ആളുകള് അവരുടെ കുടുംബത്തിനോട് നഷ്ടം പ്രവർത്തിച്ചവരാണ്, അവരുടെ ശരീരത്തോട് നഷ്ടം പ്രവർത്തിച്ചവരാണ്. ഖിയാമത്ത് നാളിൽ നഷ്ടം ഭവിച്ച കുടുംബക്കാരാരാണ്? മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ ഖുർആനുൽ അദീമിൽ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഫലൽതിഖാ ലഹും അബദാ, ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ കഴിയാത്ത രൂപത്തിലൂടെ അകന്നു പോകുന്നവരാണ്. ദുനിയാവിൽ നമുക്കറിയാം, വാപ്പ മരിക്കുമ്പോ, പ്രിയപ്പെട്ടവർ മരിക്കുമ്പോ, വീടിന്റെ സിറ്റൗട്ടിൽ കൊണ്ടുവന്ന് ജനാസ വെക്കുമ്പോ, ഈ ജനാസ എടുക്കുകയാണ് എന്ന് ജനങ്ങളോട് അനൗൺസ് ചെയ്യുമ്പോ, എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കണേ എന്ന് ജനസമക്ഷത്തിൽ പറയുമ്പോ, സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ കുടുംബം ഏറ്റെടുത്തുകൊള്ളാന്ന് പറയുമ്പോ, പിതാവിന് വേണ്ടി അവസാനത്തെ യാത്രയപ്പ് കൊടുക്കുമ്പോ, പ്രിയമുള്ളവർ വീട്ടിൽ നിന്ന് അകന്നു പോകുന്ന പുരുഷാരവത്തിന്റെ ഷോൾഡറിലേറി മയ്യത്തിങ്ങനെ യാത്ര പോകുമ്പോ, പ്രിയമുള്ളവരെ, സ്ത്രീകളോട് അവർ വിട പറഞ്ഞിരിക്കുകയാണ്. കൊണ്ടുപോയി ഖബർസ്ഥാനിലൂടെ ഇറക്കി വെക്കുമ്പോ, ഓരോ കല്ല് വെക്കുന്തോറും ഇരുട്ട് വീഴുന്ന ഖബറിൽ അവസാനത്തെ കല്ലോടുകൂടെ കുറ്റാക്കൂരിരുട്ടായി മാറുന്ന ഖബറില് അവിടെ നിന്ന് മണ്ണും അടച്ചു മൂടുമ്പോ കണ്ണിൽ നിന്നും അവർ അകന്നു പോയിരിക്കുകയാണ്. ആ ഖബർസ്ഥാനിനോട് സലാം പറഞ്ഞ് തിരിച്ചു നടക്കുമ്പോ ആ ചെരുപ്പിന്റെ വാറടികളുടെ ശബ്ദം അല്ലാഹു കേൾപ്പിച്ചു കൊടുക്കുന്ന ഖർഅനി ആൽ, അതോടുകൂടെ എന്നെ ഒറ്റക്കാക്കി എല്ലാവരും വിട പറഞ്ഞു എന്ന് പറയുമ്പോ, പ്രിയമുള്ളവർ, ഇനി ആ പിതാവിനോട്, ഖബറിൽ അടക്കപ്പെട്ട മാതാവിനോട്, പ്രിയപ്പെട്ട ഭാര്യയോട്, മക്കളോട് വീണ്ടും സംഗമിക്കാനുള്ള ഇടം കിട്ടുന്നത് എവിടെയാണ്? നാളെ അള്ളാഹുവിന്റെ കോടതിയിലൂടെ കടന്നു വരുമ്പോ, അന്ന് സ്വർഗത്തിലൂടെ ഒരുമിക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ, അതും അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ഒരുമിപ്പിക്കും അല്ലാഹ് നിങ്ങൾ സ്വർഗത്തിന് അവകാശികളാണെങ്കിൽ. നിങ്ങളുടെ വിശ്വാസം കൃത്യമാണോ? നിങ്ങളുടെ ഈമാനിനെ നിങ്ങളുടെ മക്കൾ പിന്തുടരുന്നവരാണോ? ഖുർആനിന്റെ വാക്കാണ്. നിങ്ങൾ അല്ലാഹു സ്വർഗത്തിലാക്കുന്നത്. ഒന്നുകൂടെ റബ്ബ് പറഞ്ഞു, സ്വർഗത്തിന്റെ വ്യത്യസ്തമായ ദർജകളിൽ കുടുംബത്തിന്റെ ആളുകൾ ശിഥിലീകരിച്ച് വ്യത്യസ്തമായി കിടക്കുമ്പോ അവരെ മുഴുവനും അല്ലാഹു തആല ഉന്നതമായി, ആരാണോ ആ കുടുംബത്തിൽ ഉന്നതിയിലുള്ളത്, അവിടെ അല്ലാഹു ഒരുമിച്ച് ചേർക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇബ്നു കസീർ പറയാൻ, ഒരിക്കലും കണ്ടുമുട്ടാത്ത പരാജിതരെന്ന് പറഞ്ഞത് ഒരു കുടുംബം മൊത്തം നരകത്തിലാണോ? അവർ പരാജിതരാണ്. ഒരു കുടുംബത്തിലെ കുറച്ചാളുകൾ സ്വർഗത്തിലും കുറച്ചാളുകൾ നരകത്തിലുമാണോ?
അവരും പരാജിതരാൻ. കുടുംബം ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമായവര് മാത്രമാണ് പരലോകത്തെ വിജയിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ളത്. ദുനിയാവില് നമുക്കിപ്പോ താൽക്കാലിക പിരിയലാണ്, പക്ഷെ അവിടെ നിന്ന് കാണാം. പക്ഷെ പരാജയുണ്ടോ? പരാജയുണ്ടോ? മനുഷ്യൻ പറയുന്നത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. അള്ളാന്റെ ഖുർആൻ പറയാണ്, സ്വന്തം മക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് എല്ലാവരും പേടിച്ചോടി പോകുന്ന നാടാണ് മഹ്ശറിന്റെ നാളെങ്കിൽ. മഹ്ശറിന്റെ നാളെങ്കിൽ നരകത്തിന്റെ ഭയാനകത പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് മആരിജിലൂടെ ആ നരകത്തിന് നിങ്ങൾ കാണുമ്പോ, അല്ലാഹുവേ, ഈ നരകത്തിന്റെ ശിക്ഷക്ക് പകരമായി എന്റെ മക്കളെ നരകത്തിലിട്ടാലും വേണ്ടില്ല അല്ലാ, എന്റെ ഭാര്യയെ നരകത്തിലിട്ടാലും വേണ്ടില്ല അല്ലാ, എന്റെ സഹോദരങ്ങളെ നരകത്തിലിട്ടാലും വേണ്ടില്ല റബ്ബേ, എന്നെയൊന്ന് രക്ഷിക്കുമോ അല്ലാ, എന്നെയൊന്ന് രക്ഷിക്കുമോ റബ്ബേ. നരകത്തിനെ കാണുമ്പോ മനുഷ്യര് പറയുമെന്നാണ്, കല്ലാ ഇന്നഹാ ലല്ലാ നസാഅത്തൻ ലിശ്ശവാ. അല്ല, വേണ്ടാട്ടോ, ഇതല്ല എന്ന് പറയുന്ന നരകമാണ്. നസാഅത്തൻ ലിശ്ശവാ, നിങ്ങളുടെ തലയോട്ടി വരെ ഉരുക്കിക്കളയുന്ന നരകമാണ്. തലയോട്ടി വരെ ഉരുക്കിക്കളയുന്ന നരകമാണ്. അവിടേക്കാണ് ഭാര്യയെ തരാ, മക്കളെ തരാ, കുടുംബത്തിനെ തരാ, സ്വാർത്ഥരായ മനുഷ്യന്റെ വിലാപങ്ങൾ വരുന്നത്. എന്നെയൊന്ന് രക്ഷപ്പെടുത്തുമോ അല്ലാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആനിന്റെ വാക്ക് സമ്പത്ത് കുടുംബങ്ങൾ വേണോ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളുടെ ശരീരത്തിനെ, കുടുംബത്തിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ആ നരകം നിസ്സാരമല്ല. മനുഷ്യന്റെ കൂടെ കല്ലിനെ കത്തിക്കുന്ന നരകമാണ്. കല്ലിനെ കത്തിക്കുന്ന നരകമാണ്. ദുനിയാവില് കല്ല് കച്ചോ? ദുനിയാവില് കല്ല് കച്ചോ? ഒരിക്കലുമില്ല പ്രിയമുള്ളവരെ. ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ചൂട് വന്ന ഒരു പാത്രത്തിലെ വെള്ളം വെട്ടിത്തിളക്കും. 300 ഡിഗ്രി സെൽഷ്യസ് ചൂട് വന്നാൽ സ്വർണമോ ഇരുമ്പോ ഉരുക്കോ ഈയമോ ഉരുകി വെള്ളമായി ചേരും. ഒരു 3000 ഡിഗ്രി സെൽഷ്യസ് ചൂട് വന്നാൽ, 5000 ഡിഗ്രി ചൂട് വന്നാൽ ഈ ലോകത്തെ സകലമാന വസ്തുക്കളും കരിഞ്ഞു പോകുമെങ്കിൽ ബാക്കിയുള്ളത് കല്ലാണ്. അല്ലാഹു ആലം പറയപ്പെടുന്നു 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസോളം ചൂട് വേണം. അല്ലാഹു ആലം. പക്ഷെ ആ കല്ല് കത്തുന്ന നരകത്തിലാണ് പ്രിയമുള്ളവരെ മക്കളെ എറിയുന്നത്, കുടുംബത്തിനെ എറിയുന്നത്. പ്രിയമുള്ളവരെ, പറയാൻ പറ്റുമോ? ഓമനിച്ച് വളർത്തിയ മകൻ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ, പ്രിയമുള്ളവരെ, അവരുടെ ഡ്രസ്സ് മാറുമ്പോ കണ്ണീരോടെ, പിടക്കുന്ന നെഞ്ചോടെ യാത്രയേക്കുന്ന വാപ്പ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങള്? ആ മക്കളെ എറിയുന്നത് അഗ്നികുണ്ടാരത്തിലേക്കാണ്. ദുനിയാവിലൊന്നുമില്ലാത്ത തീയില് ശരീരമാസകലം തീ പടർന്ന് വാപ്പാ ഉമ്മാന്ന് വിളിച്ച് കരയുമ്പോ പ്രിയമുള്ളവരെ മനസ്സെന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അടച്ചു മൂടപ്പെട്ട നരകത്തില് കൊട്ടാരം കണക്ക് തീ പരിപാറുന്ന മഞ്ഞോട്ട കൂട്ടങ്ങളെ പോലെ തീക്കനലുകൾ കാണുന്ന നരകത്തില് ചങ്ങലകളാൽ മുഖം കുത്തിവലിച്ച നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ രംഗത്തിലാണ് പ്രിയമുള്ളവരെ നമ്മളുടെ കുടുംബമുള്ളതെങ്കിൽ എത്ര വലിയ പരാജയമാണ്. എന്നിട്ടല്ല പറയുന്ന ഒരു വാക്കുണ്ട്, ആ നരകത്തിലെ കല്ല് കത്തിക്കുമെന്ന് മാത്രമല്ല, അലൈഹാ മലായികത്തുൻ ഇലാഹാദുൻ ശിദാദ്, ഊക്കന്മാരായ മലക്കുകളുണ്ട്, ശക്തമായ പാറാവുകാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിന്റെ മുത്തനബിയുടെ വാക്കാ, മഹാനായ മാലിക് എന്ന് പറയുന്ന മലക്ക് നരകത്തിന്റെ ശിക്ഷയുടെ മലക്കുകളായ സബാനിയത്തിന്റെ മലക്കിന്റെ കൂടെ ആ നരകത്തിനെ ഇങ്ങനെ ആളിച്ച് കത്തിച്ചുകൊണ്ടേയിരിക്കുകയാ.
നരകമെന്നുള്ളത് നിസ്സാരമല്ല. ഉഖിദ അലന്നാരി അൽഫസന, 1000 കൊല്ലം അല്ലാഹു നരകത്തിനെ ആളിക്കത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹത്താ ഇഹ്മറ, നല്ല ചുവന്ന വർണ്ണമായി തീരുന്നത് വരെ. സുമ്മ ഉഖിദ അലൈഹാ അൽഫസന, വീണ്ടും 1000 കൊല്ലം അല്ലാഹു നരകത്തിനെ ആളിക്കത്തിച്ചത്. ഹത്താ ഇബിയല്ലാ, നല്ല വെളുത്ത വർണ്ണമായി തീരുന്നത് വരെ വീണ്ടും നരകം ആളിക്കത്തിപ്പെട്ടത്. ഹത്തായിസ്വദ്ദ, നല്ല കറുത്ത വർണ്ണമായി തീരുന്നത് വരെ. വഹിയ സൗദാ മുസ്ലിമാ, നല്ല കറുത്തിരുണ്ട വർണ്ണമാണ് നരകത്തിനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നരകത്തിന്റെ തീയൊന്ന് താഴേക്ക് പോകുന്നുവോ അവിടെ മാലിക് എന്ന് പറയുന്ന മലക്കോ സബാനിയത്തിന്റെ മലക്കിന്റെ കൂടെ നരകത്തിന് ആളിക്കത്തിക്കുന്നു എന്നാ. ആ നരകത്തിലാണ് നമ്മളുടെ കുടുംബത്തിനെ കരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഒരൽപ്പം പോലും കാരുണ്യം തോന്നാത്ത മലായിക്കത്തുകളാ. കഠിനന്മാരാണ്, പരുക്കന്മാരാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോ എറിഞ്ഞു വീഴ്ത്തുന്നത് നരകത്തിലേക്കാ, അടിച്ചിടുന്നതും ആ നരകത്തിലേക്ക് തന്നെയാണെങ്കിലോ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, സൂറത്ത് സുഖ്റുഫിലൂടെ കാണാ, അനുഭവിക്കാൻ കഴിയാതെ വരുമ്പോ അവരിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, യാ മാലിക്, മാലിക് എന്ന് പറയുന്ന മലക്ക്, മാലിക് എന്ന് പറയുന്ന മലക്ക്, ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ പറയുമോ അല്ലാഹുവിനോട്? ഈ തീനെ സഹിക്കാൻ കഴിയണില്ലല്ലോ. 42 മുഴമായ നരകത്തിന്റെ വിരൂപികളുടെ തൊലികൾ ഇങ്ങനെ അവരുടെ തൊലികൾ ഇങ്ങനെ പഴുത്ത് പാകമായി കൊണ്ടിരിക്കുമ്പോ അല്ലാഹു തൊലികളെ മാറ്റി മാറ്റി കൊടുക്കുമ്പോ ഭീകര രൂപങ്ങളായി നരകത്തിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ മാലിക്കേ, അല്ലാഹുവിനോടൊന്ന് പറയുമോ മാലിക്കേ, ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ പറയുമോ എന്ന് ചോദിക്കുമ്പോ ഇത് മരണമില്ലാത്ത ജീവിതമാണ്. ഖുർആൻ പറഞ്ഞില്ല, സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ, പിന്നീട് ജീവിതമില്ല, മരണമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുത്തനബിയുടെ വാക്കാണ്, സ്വർഗവും നരകവും നിർണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വിധി വന്നു കഴിഞ്ഞാൽ അല്ലാഹു മരണത്തിനെ കൊണ്ടുവന്ന് സ്വർഗത്തിന്റെ നരകത്തിന്റെ ഇടയിൽ കൊണ്ടുവന്ന് അറുത്ത് കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മരണമില്ല, ജീവിതമില്ല, അനുഭവിച്ചോ. അല്ലാഹുവിന്റെ മലായികത്തുകൾ ശിക്ഷകൾ ഇങ്ങനെ നൽകുകയാണ്. ആ നരകം അത്ര കഠോരമാണെങ്കിൽ അവിടെ നമ്മളുടെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ പ്രിയമുള്ളവരെയും ഒരു പ്രതാപം കൊണ്ട് കഴിയില്ല. എത്ര ഉന്നതരായ ആളുകളായാലും കഴിയില്ല. അല്ലദീന ആമനു, വിശ്വസിച്ചോ, വല്ലദീന തബഅഹും, അവരോട് പിന്തുടരമാരെ, അവരുടെ സന്താനങ്ങൾ ഈമാൻ കൊണ്ട് അവരെ പിന്തുടർന്നാലല്ലാതെ രക്ഷയില്ല എന്ന് ഞാൻ നിങ്ങളോട് വെറുതെ പറയല്ല. അല്ലാഹുവിന്റെ ഖുർആൻ, മുത്തനബിയുടെ ഹദീസുകൾ നമ്മളോട് പഠിപ്പിച്ചു തന്നില്ലേ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നാളെ അള്ളാന്റെ ഖലീൽ എന്ന് പഠിപ്പിക്കപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അല്ലാഹു തന്റെ കരാറുകൾ പൂർത്തീകരിച്ച പ്രവാചകൻ എന്ന് പറഞ്ഞ് 3 സെമിറ്റിക് മതങ്ങളുടെയും പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം റിയാദുസ് സാലിഹീനിലെ 1549 നമ്പർ ഹദീസിൽ സ്വർഗത്തിൽ അല്ലാഹു തആല മനോഹരമായ തോട്ടത്തിൽ മുത്തുനബി നീളമുള്ള സുമുഖനായ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മിഅ്റാജിന്റെ വേളയിൽ ബൈത്തുൽ മഅ്മൂറിനോട് ചാരിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ പരലോകത്തിന്റെ അവസ്ഥ പറയുന്നുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം, അവിടെ കാണാണ് ഇബ്രാഹിം അബാഹു ആസറ യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ആസറിനെ കണ്ടുമുട്ടുന്നുണ്ട്. വല്ലാത്ത അവസ്ഥകളിലാണ്, പരാജയത്തിന്റെ പൊടിപരണ്ട വേദനകൾ പുരണ്ട സാഹചര്യങ്ങളിലൂടെ ഇബ്രാഹിം നബി പറയുന്നുണ്ട്, അലമ്മ കുല്ലക്കല. ആ പ്രവാചകൻ തന്റെ പിതാവിനോട് പറയുന്നുണ്ട്, അലമ്മ കുല്ലക്ക, താങ്കളോട് ഞാൻ പറഞ്ഞതല്ലയോ, ലാ തഅസീനി, എന്നോട് ധിക്കാരം കാണിക്കല്ലേ, എന്നോട് എതിര് പ്രവർത്തിക്കല്ലേ എന്ന് താങ്കളോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോ ആസർ പറയുന്നുണ്ട്, ഇബ്രാഹിം ഇന്ന് ഞാൻ നിന്നോട് എതിരെ പ്രവർത്തിക്കില്ല മോനെ. ഈ പരലോകത്ത് ഞാൻ നിന്നോട് എതിര് പറയില്ല. ആ സമയത്ത് ഇബ്രാഹിം നബി അള്ളാഹിനോടൊന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, യാ റബ്ബി, എന്റെ റബ്ബേ, നീ എന്നോട് വാഗ്ദാനം ചെയ്തതല്ലയോ, എന്നെ പരലോകത്തിലൂടെ നിന്ദിക്കില്ല എന്ന് വാക്ക് തന്നതല്ലയോ, എന്റെ വാപ്പ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നതിനേക്കാൾ എന്ത് നിന്ദതയാണ് റബ്ബേ എനിക്കുള്ളത് എന്ന് പറയുമ്പോ അള്ളാഹു പറയുന്നുണ്ട്, ഇബ്രാഹിം, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് വേണ്ടി സ്വർഗം ഞാൻ ഹറാമാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം, നിന്റെ ബാപ്പാന്റെ കാര്യം എന്നോട് പറയേണ്ട ആവശ്യമില്ല, സ്വർഗം ഹറാമാ. പ്രിയമുള്ളവരെ, നാട്ടുകാരെ പലതും പറഞ്ഞോട്ടെ നിങ്ങളോട്, എന്റെ മുരീദാരും നരകത്തിയിലില്ലെന്ന് നരകത്തെ കാക്കും പറഞ്ഞോവർ. അങ്ങ് ഏതെങ്കിലും ഒരു ത്വരീഖത്തിന്റെ മുരീദായാലോ മുഹിയദ്ദീൻ ശൈഖിന്റെ മുരീദായി കഴിഞ്ഞാലോ അവരെ നരകത്ത് പോകൂലാന്ന് പറയുന്ന ആളുകളോട് ഉന്നത സ്ഥാനമുള്ള ഖലീലുള്ളാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് വാപ്പാനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, തീർന്നില്ല. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനോട് നൂഹ് നബി പറയുന്നുണ്ട്, മോനെ, ഞങ്ങളുടെ കൂടെ കപ്പലിലൊന്ന് കയറി എന്ന് പറയുമ്പോ ആ മകൻ പറയുന്നുണ്ട്, വാപ്പാ, മലമുകളിലൂടെ കയറി ഞങ്ങൾ അഭയം പ്രാപിച്ചോളാ. അല്ലാഹുവിലുള്ള വിശ്വാസങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാനുള്ള മനസ്സില്ല. അവസാനം പ്രിയമുള്ളവരെ, തന്റെ മകൻ പോലും മരിച്ചു കിടക്കുമ്പോ പരലോകത്തിന്റെ പരാജിതനായി നൂഹ് നബിയുടെ മകനെ കാണുമ്പോ നൂഹ് നബി അല്ലാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ, എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരാമെന്ന് വാക്ക് പറഞ്ഞതല്ലയോ അല്ലാ, എന്റെ മകനും ഈ ലോകത്ത് പരാജിതനാണെങ്കിലോ. അല്ല പറയുന്നുണ്ട്, നോഹേ കാലയാനോ ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നിന്റെ മകൻ നിന്റെ കുടുംബക്കാരനല്ല, നിന്റെ മകൻ നിന്റെ കുടുംബക്കാരനല്ല. ഇനി നോഹേ, നിന്റെ മകന് വേണ്ടി നീ വക്കാലത്ത് പറഞ്ഞില്ലയോ, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, ഒരിക്കലും ശരിയല്ലാത്ത പണിയാണ് നൂഹയാ പറഞ്ഞത്. മകന് വേണ്ടി പറഞ്ഞത് പോലും ശരിയായിട്ടില്ല. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമ, അറിവില്ലാത്ത വിഷയത്തിൽ സംസാരിക്കണ്ട നൂഹേ. ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ വിവരമില്ലാത്തവനാകരുത് എന്ന് നൂഹേ, നിന്നോട് ഞാൻ ഉപദേശിക്കുന്നു എന്നല്ലാഹ്. നൂഹ് നബിക്ക് മോനെ രക്ഷിക്കാൻ കഴിയാത്ത നാളാ, ഇബ്രാഹിം നബിക്ക് വാപ്പാനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. നൂഹ് നബി ആവട്ടെ, ഹൂദ് അലൈഹിസ്സലാം ആവട്ടെ, ഭാര്യമാരെ രക്ഷിക്കാൻ കഴിയാത്ത നാളാ. ആസിയ ബീവിക്ക് ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത നാളാണ്. അങ്ങനെയുള്ള പരലോകത്ത് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താമെന്ന് കഴിയുന്നത് എവിടെയാണ്? ഈമാൻ ഉണ്ടാവുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവുക. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കുടുംബത്തെ പിന്തുടർത്താൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, പറയാൻ സാധിക്കോ എന്റെ ജീവിതം തൗഹീദിലാണെന്ന് പറയാൻ പറ്റുമോ?
എന്റെ മക്കളുടെ ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹിലാണെന്ന് പറയാൻ പറ്റുമോ? സാധിക്കുന്നുണ്ടോ നമുക്ക്? പ്രിയമുള്ളവരെ, അല്ലാഹു തആല ഇവിടെ സമസ്തയോ സലഫുകളോ ജമാഅത്തുകാരോ തബ്ലീഗിന്റെ ആളുകളോ ഒരു വേർതിരിവിന്റെ സംസാരത്തിനല്ല, ആരെയും മികഴ്ത്താനല്ല, ആരെയും മോശക്കാരാക്കാനല്ല. കുടുംബത്തോട് അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാൻ സ്വീകരിക്കേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതില്ലാതെ രക്ഷപ്പെടൂല കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർന്നാൽ എവിടെയും രക്ഷപ്പെടൂല. അതിന്റെ ഗൗരവം കൊണ്ട് നിങ്ങളോട് പറയണേ. കാരണം മരിക്കണ നേരത്ത് അപകടമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തകരാറ് പറ്റിയ. എന്റെ വാക്കല്ലേ, അള്ളാന്റെ ഖുർആൻ 7-ാമത്തെയും 37-ാമത്തെ ആയത്താണ് സൂറത്ത് അഅറാഫ്. ചില ആളുകളുടെ റൂഹ് പിടിക്കുമ്പോ അള്ളാന്റെ മലക്കുകൾ ചോദിക്കും, ഖാലൂ ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ നിങ്ങൾ ദുആ ചെയ്തിരുന്ന ആളുകളൊക്കെ എവിടെ പോയടോ? ഖാലൂ, അവര് പറയുന്നുണ്ട്, ലല്ലൂ അന്നാ, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി റബ്ബേ. വശഹിദു അലാ അൻഫുസിഹിം, അവരിങ്ങനെ സ്വയം സാക്ഷി പറയുന്നുണ്ട്, അന്നഹും കാനൂ കാഫിരീൻ, ഞങ്ങൾ നിഷേധികളായി പോയല്ലോ അല്ലാഹ്, നിഷേധികളായി പോയല്ലോ റബ്ബേ. റൂഹ് പിടിക്കണ നേരത്തെ മലക്കുകൾ ചോദിക്കും, എവിടെ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചവരൊക്കെ എവിടെ? എടാ, ഒരുപാട് കുത്തുബിയത്ത് ചൊല്ലിയോനല്ലടാ. യമം ബിഹി ഹല്ലറദാ വഹമം ബിഹമ്മിൻ നഖീദാ കുൽനാദിയം മുസ്തൻജിദായ അഹ്ല ബദർ ശുഹദാ. ആദിയുണ്ടോ, വ്യാധിയുണ്ടോ, ദുഃഖമുണ്ടോ, വിഷമമുണ്ടോ, വിളിച്ചോ ബദർ ശുഹദാക്കളെയൊന്ന്. ഒരുപാട് ബദർ ബൈത്ത് പാടിയതല്ലേ, എവിടെ? വിളിക്ക് റബ്ബല്ലാതെ ദുആ ചെയ്തിരുന്നവരെവിടെ? ഖാലൂ ലല്ലൂ അന്നാ, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി അല്ലാഹ്. അവരെ വിട്ടുപോകുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെയാണ്. പ്രിയമുള്ളവരെ, 5-ാം അധ്യായം സൂറത്ത് മാഇദയിലൂടെ കാണാം. അല്ലാഹു ചോദിക്കില്ല, നൂഹ് ഈസാ, നീയാണോ നിന്നെയും നിന്റെ മാതാവിനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ സമുദായത്തോട് പഠിപ്പിച്ചത് നീയാണോ എന്ന് ചോദിക്കുമ്പോ ഈസാ നബി പറയുന്നുണ്ടല്ലോ, എനിക്കൊന്നും അറിയില്ല റബ്ബേ, നീയാണല്ലോ അദൃശ്യങ്ങൾ അറിയുന്നവൻ അല്ലാഹ്. വഅൻത അല്ലാമുൽ ഗുയൂബ്. മരിച്ചിട്ട് പോലുമില്ല, ആകാശലോകത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് പറയുന്ന ഈസാ അലൈഹിസ്സലാം അള്ളാഹിനോട് പറയും, എനിക്കറിയില്ല, മരിക്കണ നേരത്ത് അനുഭവിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവാ. വീട്ടിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകുമ്പോ കരയും. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തകരാറ് പറ്റിയവൻ കരയും. ഖബറിൽ ഏറ്റവും മാരകമായ അദാബ് ആർക്കെന്നറിയോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഗോത്രത്തിന്റെ ഖബറിന്റെ അടുത്തുകൂടെ കടന്നു വരുമ്പോ മുത്തനബി ചോദിക്കുന്നുണ്ട്, സ്വഹാബാ, ഈ ഖബറിലൂടെ മറമാടപ്പെട്ട ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അവര് പറഞ്ഞു, നബിയേ, മാതൂ ഫിൽ ഇശ്റാഖ്, ശിർക്ക് ചെയ്ത അവസ്ഥകളിലൂടെ വിട പറഞ്ഞവരാണ് നബിയേ. അല്ലാഹുവിന്റെ മുത്തുനബി കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ലൗലാ അല്ലാ തദാഫനൂ ലദഅഉതുല്ലാഹ അയ്യുസ്മിഅകും മിൻ അദാബിൽ ഖബരി അല്ലദീ യസ്മഉ. നിങ്ങൾ പരസ്പരം മറമാടേണ്ട ആളുകളല്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഖബറിൽ നടക്കുന്ന അദാബിന്റെ ശബ്ദമുണ്ടല്ലോ, അത് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. ഈ ഖബറിൽ കിടക്കുന്ന അദാബിന്റെ ശബ്ദം നിങ്ങൾ കേട്ട് കഴിഞ്ഞ സഹോദരന്റെ ജനാസ ഖബറിലൂടെ വെക്കാ നിങ്ങളെ കൊണ്ട് കഴിയൂല. അത്രമേൽ മാരകമായ അദാബാണ് ശിർക്കിന്റെ വക്താക്കളുടെ ഖബറിലൂടെ നടക്കുന്നത് എന്നാണ്. പരലോകത്ത് കടന്നു വരുമ്പോ ഏറ്റവും വലിയ പ്രയാസമുള്ളതും ശിർക്ക് ചെയ്ത ആളുകൾക്കാണ്. ഒരിക്കലും മോചനമില്ലാതെ നരകത്തിലൂടെ കഴിയേണ്ടി വരുന്നവര്. 5-ാം അധ്യായത്തിന്റെ 72-ാമത്തെ
ആയത്തിലൂടെ ഖുർആൻ പറയാണ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആര് അല്ലാഹുവിനോട് പങ്കു ചേർത്ത് പോയ ആളുകളുണ്ടോ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നഹ, അവർക്ക് അല്ലാഹു സ്വർഗ്ഗമെന്നുള്ളത് ഹറാമാക്കിയിട്ടുണ്ട്. സ്വർഗം ഹറാമെന്ന് നേർക്കുനേരെ അല്ലാഹുവിന്റെ ഖുർആൻ ഒരു ആയത്ത് പറഞ്ഞത് ശിർക്ക് ചെയ്തവരെ സംബന്ധിച്ചാണ്. അവരുടെ സങ്കേതം കത്തിയാളുന്ന നരകമാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അവരുടെ സങ്കേതം കത്തിയാളുന്ന നരകമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അമാരകമായ അദാബിൽ നിന്ന് രക്ഷപ്പെടാനാണ് തൗഹീദ് മുറുകെ പിടിക്കാം. തൗഹീദ് മുറുകെ പിടിക്കുക. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? വിശുദ്ധ ഖുർആനിൽ അതിന്റെ ബേസിക് തിയറി എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന രണ്ടാമത്തെയും സൂറത്ത് ബഖറ 21-22 ആയത്തിൽ, ജനങ്ങളെ, ഹൈന്ദവരെ, ക്രൈസ്തവരെ, മുസ്ലിമീങ്ങളെ, സമസ്തക്കാരെ, ജമാഅത്തുകാരെ, തബ്ലീഗാരെ, നിങ്ങൾ ആരെ ആരാധിക്കണം? അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളുടെ സൃഷ്ടാവിനെ. വൈദിശ്യഖാണോ നമ്മളെ സൃഷ്ടിച്ചത് എങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കാം. മുഹമ്മദ് നബിയാണോ എങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കാം. ശ്രീരാമനോ ശ്രീകൃഷ്ണനോ യേശുക്രിസ്തുവാണോ എങ്കിൽ അവരെ ആരാധിക്കാം. ഇവരാരുമല്ല, പിന്നെ ആരാ? അള്ളാഹുവാണ് എങ്കിൽ അള്ളാഹിനെ ആരാധിക്കാം. നിങ്ങളുടെ പൂർവികർ സൃഷ്ടിച്ച ഉപരിഭാഗത്തെ മേൽക്കൂരയാക്കിയ, അവിടെ നിന്ന് മഴ വർഷിപ്പിച്ച സസ്യലതാദികളെ മുളപ്പിച്ചു തന്നവൻ എല്ലാം ഏകനായ റബ്ബായിരിക്കെ ഖുർആൻ പറഞ്ഞു അവനെ ആരാധിക്കുക. ഫലാ തജഅലൂ ലില്ലാഹി അംദാദാ, അല്ലാഹുക്ക് നിങ്ങൾ സമന്മാഹാര വെക്കല്ലേ, ശിർക്ക് നിങ്ങൾ ചെയ്യല്ലേ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എന്താണ് ശിർക്ക് എന്ന് നമ്മളോട് പഠിപ്പിച്ചു തന്നത്. തശ്ബീഹുൽ ഖാലിഖ് ബിൽ മഖ്ലൂഖ് വ തശ്ബീഹുൽ മഖ്ലൂഖ് ബിൽ ഖാലിഖ്, സൃഷ്ടിയെ സൃഷ്ടാവിനോട്, സൃഷ്ടാവിനെ സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്തിയാലാണ് ശിർക്ക് വരുന്നത്. അല്ലാഹ് കാണുമ്പോൾ ഒരാൾ കാണുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. അല്ലാഹ് അറിയുമ്പോൾ ഒരാൾ അറിയുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അല്ലാഹ് കാണുമ്പോൾ ഒരാൾ കാണുമെന്ന് പറയാൻ ഇല്ലേട്ടോ. അല്ലാഹ്ക്ക് തുല്യമായിട്ട് ആരുമില്ല, ആരുമില്ല എന്ന് ചില ആളുകളൊക്കെ പറയില്ല നമ്മളോട്. അള്ളാന്റെ ഔലിയാക്കള് മുത്തുനബി പറഞ്ഞല്ലോ, അവരുടെ അള്ളാഹുവിലേക്ക് ഒരടിമ അടുത്ത് അള്ളാഹു മിത്രമായി അവരെ സ്വീകരിച്ചാൽ അവരുടെ കണ്ണ് ഞാനാകും, അവരുടെ കാത് ഞാനാകും, അവരുടെ കൈ ഞാനാകും. അപ്പോ ചില ആളുകളൊക്കെ ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞ അള്ളാഹ് കാണും പോലെ കാണും, അള്ളാഹ് കേൾക്കും പോലെ കേൾക്കും. ഖലാസ്, ഇസ്ലാം ഒന്ന് പുറത്തു പോയില്ലേ? കാരണം എന്താ? വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹിനെ പോലെ ആരുമില്ല. പിന്നെ ഹദീസിന്റെ അർത്ഥം എന്താ? ഖുദ്സിയായ ഹദീസാണ്. അതിന്റെ വ്യാഖ്യാനം എന്താണ്? ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിലൂടെ പറയാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കള് ആ കണ്ണുകൊണ്ടൊരു ഹറാം അവര് കാണൂല, ആ കാതുകൊണ്ടൊരു ഹറാം അവര് കേൾക്കൂല, ആ കാതുകളെ കൊണ്ടൊരു ഹറാം അവര് കേൾക്കൂല, കൈകൊണ്ടൊരു ഹറാമും അവര് പിടിക്കൂല. അല്ലാണ്ട് അല്ലാഹ് കാണും പോലെ കാണുന്നില്ല. അങ്ങനെ ഒരാൾ വാദിച്ചാൽ അതാണ് ശിർക്ക് എന്ന് പഠിപ്പിച്ചത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോ എത്ര വ്യക്തമാണ്. ഇനി പ്രിയമുള്ളവരെ, ആ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ നോക്ക്, ആ പ്രാർത്ഥന പോലും ആരാധനയാണ്. ആ പ്രാർത്ഥന അല്ലാഹ്ക്ക് മാത്രമാകണമെന്നാണ്. പ്രാർത്ഥന അല്ലാഹ്ക്ക് മാത്രമാവണമെന്നാണ്. നമ്മുടെ ആൾക്കാരൊക്കെ പറഞ്ഞു, ഇന്ന് പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഞങ്ങളെ ഇനി ഇലാഹ എന്ന് വിശ്വസിക്കണമെന്നില്ലല്ലോ, അല്ലാഹ്ക്ക് കൊടുക്കണ ആരാധന മറ്റാർക്കും കൊടുക്കണില്ലല്ലോ. ഷിയാക്കളുടെ ഖുമൈനി തന്റെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബില് അദ്ദേഹം പറഞ്ഞ വാദാണ്, റബ്ബെന്ന വിശ്വാസമില്ലാതെ ആരോട് തേടിയാലും ശിർക്ക് വരൂല എന്നുള്ള ഷിയാക്കളുടെ വാദാണ്. നമ്മളെപ്പോഴാ ഇലാഹാക്കലെ? ആപത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലെ വിളി തേട്ടം ആരിലേക്ക് തിരിയുന്നവോ അത് ഇലാഹാണ്. ഒരു ഉമ്മ കുട്ടീനെ ഇങ്ങനെ തൊട്ടിലാട്ടി കൊടുക്കാൻ, ഹസ്ബീ റബ്ബീ ജല്ലല്ലാഹ് മാ ഫീഹി ഖൽബി ഗൈറല്ലാഹ് ഇങ്ങനെ പറഞ്ഞ ആട്ടി കൊടുക്കാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ തൊട്ടിലാട്ടി കൊടുക്കുന്നതിന്റെ ഇടയിൽ കുട്ടിയുടെ തലങ്ങാനും തൊട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ ഉടൻ വിളിക്കിന്റെ ബദരിങ്ങളെയും
ഉള്ളാളത്ത തങ്ങളെ എന്തേ ആപത്ത് വന്നപ്പോ അള്ളാഹുവിൽ നിന്നുള്ള വിളി നേരെ പടപ്പുകളിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു അല്ലേ? ആ വിളി ആരിലേക്കാകണമെന്നാണ് കണ്ടോ? ആപത്തിന്റെ ഘട്ടങ്ങളിലെ വിളി. നമ്മളിവിടുന്ന് മംഗലാപുരത്ത് നേരെ പിടിക്കുകയാണ്, കൊടക് മടിക്കേരി ഇങ്ങനെ പോവാൻ. ചെറിയ മടക്കിന്റെ ചുരങ്ങനെ കയറി പോണതിന്റെ ഇടയില് പുത്തൂര് സുള്ളിയൊക്കെ കഴിഞ്ഞ് യാത്ര ഇങ്ങനെ പോണതിന്റെ ഇടയില് കാറിന്റെ ബ്രേക്കിന്റെ കൺട്രോള് പോയി കാറ് പുറകോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പിടുത്തം കിട്ടണില്ല. കാറിലിരിക്കണ ഒരാള് വിളിച്ചു, കൃഷ്ണ രക്ഷിക്കണേ. അയാള് ശ്രീകൃഷ്ണനെ ഇലാഹാക്കി. ഒരാള് പറഞ്ഞു, കന്യാമറിയമ്മയെ രക്ഷിക്കണേ. അയാള് കന്യാമറിയമ്മനെ ഇലാഹാക്കി. ഒരാൾ പറഞ്ഞു, അള്ളാഹ് രക്ഷിക്കണേ. ആൾ അള്ളാഹിനെ ഇലാഹാക്കി. ഒരാൾ പറഞ്ഞു, മൊയ്തീൻ ഷേഖെ കാക്കണേ. അയാൾ മൊയ്തീൻ ഷേഖിനെ ഇലാഹാക്കി. ആ ഘട്ടങ്ങളിലെ വിളി ആരിലേക്ക് തിരിയുന്നവോ അവൻ ഇലാഹാൻ. പിന്നെ നമ്മൾ പറയും, ഞങ്ങൾ ആരും പ്രാർത്ഥിക്കണമൊന്നുമില്ലല്ലോ, ദുആ ഒന്നുമില്ല, നിങ്ങൾ കാക്കണേ രക്ഷിക്കണേ എന്നൊക്കെ പറയണത് അത് ഒരു അപേക്ഷ മാത്രമാണ്, അല്ലാണ്ട് പ്രാർത്ഥന ഒന്നല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ലോകത്ത് ആരെങ്കിലും അപേക്ഷക്ക് ആമീൻ പറയോ? നമ്മളിവിടുന്ന് നമ്മുടെ ഒരാള് കുട്ടീനെ ചേർക്കാൻ വേണ്ടിയിട്ട് എനപ്പ യൂണിവേഴ്സിറ്റിയിൽ പോയി. അവിടുത്തെ പിന്നെ ഒരു സെക്ഷൻ പ്രിൻസിപ്പളോട് പോയിട്ട് പറയാണ്, എൻ്റെ മകനെ ഈ സ്ഥാപനത്തിൽ ചേർക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് വാപ്പ പറയുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ഉമ്മ പറയാണ് ആമീൻ. പ്രിൻസിപ്പൾ പറയും, കുട്ടീനായിട്ട് സ്ഥലം വിട്ടോ, കാരണം തലക്ക് സുഖമില്ലാത്തൊരു ഫാമിലി എന്ന് പറയാം. അപേക്ഷക്കാരും ആമീൻ പറയില്ല. കൃഷി ഡിപ്പാർട്ട്മെന്റ് പോയിട്ട്, കൃഷിഭവനിൽ പോയിട്ട് ഒരു ഗ്രാമത്തിലെ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലെ 19 ആൾ ഒരുമിച്ച് പോയിട്ട് അവിടുത്തെ വാർഡ് കൗൺസിലർ പറയാൻ, ഞങ്ങളുടെ നാട്ടിൽ 50 പേർക്ക് കൃഷി വിത്ത് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ ജമാഅത്തായിട്ട് 50 ആൾ ഒരുമിച്ച് നിന്നിട്ട് ആമീൻ. അപേക്ഷക്ക് ലോകത്താരും ആമീൻ പറയില്ല. ഖത്താബങ്ങളെ കണ്ണുചുർത്തങ്ങള് പാപികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്. അവ ജനങ്ങളൊക്കെ ആമീൻ 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 എന്ന് സ്വലാത്ത് നഗരി പറയണം. എന്തുകൊണ്ടാണ്? അത് അപേക്ഷയല്ല, പ്രാർത്ഥനയാണ് എന്നുള്ളത് കൊണ്ടാണ്. പ്രാർത്ഥനയാണെന്നുള്ളത് കൊണ്ടാണ്. ആ പ്രാർത്ഥന ആരാധനയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹദീസ് പറഞ്ഞു. നമ്മൾ പറയാം അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇന്ന് സമസ്ത ആധികാരികമായി ഉപയോഗിക്കുന്ന സമസ്തയുടെ പല ഗ്രന്ഥങ്ങളിലും ഇപ്പോ തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ അറബിയിലുള്ള തലവാചകമാണെങ്കിലും അത് മലയാളത്തിൽ പദ്യരൂപത്തിലാണ് വിശദീകരിക്കുക. നമ്മുടെ നാട്ടിൽ ഈ മംഗലാപുരത്തൊക്കെ വയല് പറയുമ്പോൾ ഉസ്താദുമാരൊക്കെ ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ വരികളാണ്. സമസ്ത പോലും അദ്ദേഹത്തെ വാഴ്ത്തി പറഞ്ഞതെന്നറിയോ? അൽ മവാഹിബുൽ ജലിയ മുൻസിക്കാട്ടി അഹദോന്റെ മറുകൾ വരമൊഴികളാലെ വരച്ചു കാട്ടി. തഴവ ഉസ്താദല്ലേ അലിവിൻ പൂ കൊഴിഞ്ഞില്ലേ. തഴവ ഉസ്താദല്ലേ അലിവിൻ പൂ കൊഴിഞ്ഞില്ലേ. തഴവ കുഞ്ഞ് മുഹമ്മദ് മുസ്ലിയാരുടെ അൽ മവാഹിബുൽ ജലിയ മൊഞ്ച് കാണിച്ച ഗ്രന്ഥമാണ്. അഹദോന്റെ അമറുകൾ വരമൊഴികളാൽ വരച്ചു കാണിച്ച ഗ്രന്ഥമാണ് അല്ലേ? ആ ഗ്രന്ഥത്തില് ഇവര് സാധാരണ വാഴയില് ഒരുപാട് മേഖല ഉദ്ധരിക്കും. കാരണം അദ്ദേഹം പറയാത്ത വിഷയങ്ങളൊക്കെ അതിൽ കുറെ ചുരുക്കാണ്. പല വിഷയങ്ങളും നമ്മളുടെ കണ്ണിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ ഫിസ്സമാ, മനുഷ്യന് മാത്രം റബ്ബ് ചെയ്ത തകറുമാ. ആകാശത്തിന്റെ വിഹായസിലെ വട്ടമിട്ട് പറക്കുന്ന പറവക്ക് പോലും ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവില്ല. അത് മനുഷ്യന് കൊടുത്ത പ്രത്യേകതയാണ്. അങ്ങനെ ഒരുപാട് വിഷയം. നമ്മളുടെ വീട്ടില് കറി വെക്കുന്ന മുരിങ്ങല്ലേ, ഇവിടെ മംഗലാപുരത്ത് തന്നെയല്ലേ പറയാ, പേര് മാറിയിട്ടൊന്നും ഇല്ലല്ലോ, പച്ചക്കറി. ഓക്കെ, ആ കോലി പോലത്തെ. ഓക്കെ, അപ്പോ മുരിങ്ങ, അതിനെ പറ്റി പറയണ്ടേ? മുരിങ്ങാമരം രണ്ടുള്ള വീട്ടിലെ ഹുലിമാ, കൂട്ടാന് മുട്ടറിയേണ്ടതില്ലടി ഫാത്തിമ. അങ്ങനെ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്. അതിലെ അഹദോന്റെ അമറുകൾ വരമൊഴികളാലെ വരച്ചു കാണിച്ച മൊഞ്ചോടെ തഴവ് പറഞ്ഞൊരു വാക്കുണ്ട്. പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. അതുമാത്രമല്ല ഇബാദത്തിന്റെ മജ്ജയാ, പ്രാർത്ഥന ആരാധനയാണെന്ന് തഴവ കുഞ്ഞ് മുഹമ്മദ് മുസ്ലിയാർ അൽ മവാഹിബുൽ ജലിയയിലൂടെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താണ്? നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. അതുകൂടെ പഠിച്ച വിഷയം വ്യക്തമാണ്.
ഏതാ നുഅ്മാൻ പറഞ്ഞത്? സ്വഹീഹ് മുസ്ലിമിലൂടെ കാണാ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചത് അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. സുമ്മ ഖറഅ, എന്നിട്ട് അവിടുന്ന് ആയത്തോതി പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു ആഫിറിന്റെ 60-ാമത്തെ ആയത്താണ് വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. ഈ ആയത്തോതി പഠിപ്പിച്ചതാരാ? ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആയത്തോതിയത്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ചോദിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, നമ്മോടുള്ള ആരാധനയിൽ ആര് അഹങ്കാരം കാണിക്കുന്നുവോ, ഏത് ആരാധന? പ്രാർത്ഥന എന്ന ആരാധനയിലോ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വളരെ നിന്ദനായ നരകത്തിലേക്ക് വീഴുമെന്നാണ്. പ്രാർത്ഥന ആരാധനയാണെന്ന് സൂറത്തു ആഫിറിന്റെ 60-ാമത്തെ ആയത്തിലുണ്ട്. ആ ആയത്ത് ഉദ്ധരിച്ച് മുത്തുനബിയാണ് പറഞ്ഞത്, പ്രാർത്ഥന ആരാധന തന്നെയാ. സൂറത്തു അഹ്കാഫിന്റെ 5-6 ആയത്തുകളിലൂടെ അവിടെയും ഖുർആൻ പറഞ്ഞു പ്രാർത്ഥന ആരാധനയാ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പ്രാർത്ഥന കൊടുക്കേണ്ടത് അല്ലാഹുവിനാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? സമസ്തക്കാരായ ആളുകളോട് വിശുദ്ധ ഖുർആൻ ഉസ്താദുമാരുടെ കയ്യിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ചോദിക്കൂ, ഉസ്താദ്, ഈ ഖുർആൻ ഇറങ്ങിയത് ഒടുവിലത്തെ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. ആ റസൂലുള്ളാഹിക്ക് മുമ്പ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാര് കടന്നു പോയിട്ടില്ലയോ? മുൻകഴിഞ്ഞ ഏതെങ്കിലും ഒരു നബിയോടോ, ഏതെങ്കിലും ഒരു നബിക്ക് അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടോ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ ഒരു പ്രാർത്ഥന ഖുർആനിലൂടെ കാണിച്ചു തരാൻ സാധ്യമാണോ? ഇലാഹാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും അതിന് സാധ്യമല്ല. ഖിയാമത്ത് നാളെ വരെ സാധ്യമല്ല. ഫാത്തിഹ മുതൽ എടുത്തു നോക്ക് നിങ്ങൾ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഗ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി مسني الضر وأنت أرحم الراحمين. قال ربي انصرني بما كذبون سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. സ്ക്വയർ ഫീറ്റ് കണക്ക് പേപ്പർ ഉണ്ടോ? എഴുതി തരാ. ഫാത്തിഹ, ബഖറ, ആലി ഇംറാൻ, നിസാ, മാഇദ, അൻആം, അറാഫ്, അൻഫാൽ, തൗബ, യൂനുസ്, യൂസുഫ്, റഅദ്, ഇബ്രാഹിം, നീണ്ടു കിടക്കുന്ന ഖുർആനിന്റെ 114 അധ്യായങ്ങളില് 160-ലധികം വരുന്ന പ്രാർത്ഥന കൊടുത്തപ്പോ നബിമാരുടെ പ്രാർത്ഥനയുണ്ട്, ബീവിമാരുടെ പ്രാർത്ഥനയുണ്ട്, സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. പ്രിയമുള്ളവരെ, ഔലിയാക്കളുടെ പ്രാർത്ഥന കാണാ, ബുദ്ധിയുള്ള ആളുകളുടെ പ്രാർത്ഥന കാണാ. എല്ലാം അല്ലാഹുവോടാണ്, മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടില്ല. ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടില്ല, കൊടുത്ത കഴിവുകളെ കൊണ്ടില്ല. എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് മാത്രമാണ്. കഴിവുള്ളവരല്ലേ, പോരിശയുള്ളവരല്ലേ, കറാമത്തുള്ളവരല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് പ്രിയമുള്ളവരെ, ഫിർഔനിന്റെ കൊട്ടാരത്തില് മഹദി ആസിയാ ബീവി കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുമ്പോ അന്ന് മൂസാ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ട്. മൂസാ നബി മുന്നിലുണ്ടെങ്കിൽ പറയായിരുന്നു, മൂസാ നബിയെ രക്ഷിക്കണേ. നമ്മുടെ
സമസ്തയുടെ സുഹൃത്തുക്കള് മരിക്കുമ്പോഴും ചിരിക്കുന്ന ഭ്രാന്തി എന്ന് പറഞ്ഞ കഥാപ്രസംഗം അവതരിപ്പിക്കാറുണ്ട്. നമുക്കൂടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ മേഖല പറയണേ. ആരാ മരിക്കുമ്പോഴും ചിരിക്കുന്ന ഭ്രാന്തി? ആസിയ ബീവി കൊല ചെയ്യപ്പെടുന്ന സന്ദർഭത്തില് സ്വർഗം കണ്ട് ചിരിച്ചുത്രേ. അതുകൊണ്ട് ഫിരൗൻ പറയുന്ന ഡയലോഗാണ് മരിക്കുമ്പോഴും ചിരിക്കുന്ന ഭ്രാന്തിയോ അല്ലേ. ആ സമയത്ത് ആസിയ ബീവി ആരോടെ തേടിയ? നിങ്ങൾ നോക്കിയത് ദീന് പറയാൻ എല്ലാട്ടോ ആളുകൾ ഉപയോഗപ്പെടുത്തി കഥാപ്രസംഗമൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറയാം. ഇവിടെ മംഗലാപുരത്തെ ഏത് വേദിയെന്ന് എനിക്കറിയില്ല, പക്ഷെ യൂട്യൂബിൽ ഞങ്ങൾക്ക് കാണാം. സുബൈർ തോട്ടിക്കൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹവും സൈനുൽ ആബിദീൻ തങ്ങളും കൂടെ മംഗലാപുരത്ത് വന്നു അത്രേ. വാത് വെച്ച് എന്തിനെന്നറിയോ? പള്ളിക്ക് മതില് കെട്ടിയിട്ടുണ്ട്, അതിന് ഗേറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദീനി പ്രഭാഷണം ഉണ്ടോ? മതിലും ഗേറ്റും വെക്കാൻ വേണ്ടി വാത് വെച്ചു. പക്ഷെ ചീരണി കൊടുത്തപ്പോ ആൾക്കാര് ചീരണിക്ക് തിക്കും തിരക്കും കൂട്ടിയപ്പോ ഗേറ്റ് വെക്കാൻ വേണ്ടി പണിത് വെച്ച മതിലും പൊളിച്ചു കളഞ്ഞിട്ട് ചീരൻ പിടിച്ചു പോയി. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ അടുത്ത പ്രാവശ്യം നമുക്ക് മതിലും ഗേറ്റും ആക്കിയിട്ട് ഒരു പ്രസംഗം വെക്കാം. കഥാപ്രസംഗങ്ങൾ അങ്ങനെ. അതായത് അതിന്റെ ക്ലൈമാക്സുകളോട് പറഞ്ഞുതരാം. ഇപ്പൊ കർബല, ഈ കർബല പറയുമ്പോ 2 ദിവസമായിട്ടാ പറയണമെങ്കിൽ അത് 2 ദിവസം പറയും, 5 ദിവസം പറയും. ഷിയാക്കളുടെ പലതും അതിൽ കുത്തിക്കയറ്റും. അപ്പൊ ആദ്യത്തെ ദിവസം പറയുമ്പോൾ ഹസർ റളിയല്ലാഹുവിന്റെ മരണമാണ് പറയാ. ഹസർ റളിയല്ലാഹുവിന്റെ ഭാര്യ ജഹദ വെള്ളത്തിൽ വിഷം കലക്കി കൊടുത്തു. സുബൈന്റെ നേരത്ത് നെഞ്ചു തിരുമ്പി ഹസർ റളിയല്ലാഹുവിനെ താഴെ വീഴുമ്പോ ഒരു ചെറിയ ഹമ്മിങ് ഒക്കെ കൊടുത്ത് പറഞ്ഞാൽ ആൾക്കാര് കണ്ണൊക്കെ നിറയും അല്ലേ, അങ്ങനെ പറയും. അതിന്റെ ഇടയിൽ ഇങ്ങനെ ആറ്റലായ റസൂലിന്റെ പേരക്കീടാങ്ങളാണവർ, ആരാരും വാഴ്ത്തും സോദരർ, ആരംഭ പേർ ഹസൻ ഹുസൈൻ. ഹസനുണ്ടൊരു ഭാര്യയായി, ജഹദായും നാണവൾക്കു പേർ. ഈ പാട്ട് കൊടുത്ത് ഒരു ഹമ്മിങ് കൊടുത്ത് അദ്ദേഹത്തിന്റെ മരണം പറയുമ്പോ ഒരു സൈഡിലെ കഥാപ്രാസ്യം പറയും, ഒരാൾ പിന്നണി പാടും. ഇതൊക്കെ പറഞ്ഞ് ഹസൻ റളിയല്ലാഹു അൻഹു ആളുകൾ നല്ല ഫീലിലാണ്, മരണത്തിന്റെ വേദനയിലാണ്. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാ. ആ ഫീലിൽ ഇങ്ങനെ നിൽക്കുമ്പോ പറയും, അവിടുന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഹസനെ ആരാ ഈ പണി ചെയ്തേ? നെഞ്ചു തിരുമ്മി അദ്ദേഹം അത് പറയുമ്പോ അവിടുന്ന് തന്റെ ബാപ്പാന്റെ വല്യുപ്പാന്റെ ദുൽഫുക്കാർ എന്ന് പറയുന്ന വാളെടുത്ത് തന്റെ അനുജന്റെ ഘാതകന്റെ പ്രതികാരം ചെയ്യാൻ അദ്ദേഹം ദുൽഫുക്കാർ എന്ന് പറയുന്ന വാളെടുത്ത് നീങ്ങുമ്പോ ഇരുട്ടിന്റെ മറവിൽ നിന്നും അദൃശ്യമായ ഒരു കൈ മഹാനായ ഹസൻ റളിയല്ലാഹുവിന്റെ നേരെ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ നേരെ നീണ്ടു വന്നു. ഏതാണ് ആ കൈയൊന്നും എന്താണ് പിന്നീട് നടന്നതെന്നും ഇൻഷാ അല്ലാഹ് നാളെ ഒരു കവർ കൊടുത്ത് വിട്ടിട്ടുണ്ട്. നാളെ എല്ലാവരും അതിൽ പൈസ വെച്ചിട്ട് നേരത്തെ തന്നെ എത്താം. ഇതാണ് കഥാപ്രസംഗത്തിന്റെ 1ാമത്തെ ദിവസത്തിന്റെ ക്ലൈമാക്സ്. പൈസക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ മരിക്കുമ്പോഴും ചിരിക്കുന്ന ഭ്രാന്തി അവതരിപ്പിക്കുന്നവരോട് ആയത്തുകൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? റബ്ബി ബിനിലീ ഇൻദക ബൈതൻ ഫിൽ ജന്നah, അല്ലാഹുവേ നിന്റെ അടുക്കൽ സ്വർഗ്ഗത്തിലെ മണിമാളിക പണിത് തരേണേ അല്ലാഹ്. വനജ്ജിനി മിൻ ഫിർഔന വഅമലി, ഈ ഫിർഔനിൽ നിന്ന് അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ അല്ലാഹ്. മൂസാ നബിയെ രക്ഷിക്കണേ എന്നല്ല, മൂസാ നബിയുടെ ഹക്ക് ജാഹ് ബറക്കത്തോണ്ട് രക്ഷിക്കണേ എന്നല്ല. ഉണ്ടോ? ഖുർആനിലെ മുഴുവൻ പ്രാർത്ഥന അല്ലാഹുവിനോട്. ഇനി ഹദീസ് എടുക്കുക നിങ്ങള്. വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ അക്രമങ്ങളെ ഭയപ്പെടുമ്പോ, കടക്കണിയിലൂടെ കുടുങ്ങുമ്പോ മുഴുവൻ പ്രാർത്ഥന ആരോടാ? റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നല്ലാതെ ആരോടാ? പക്ഷെ എവിടെയാണ് ആളുകൾക്ക് തകരാറുണ്ടായതെന്നറിയോ? ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാന് ളുഹർ നിസ്കരിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ എന്റെ വീടിന്റെ മുറ്റത്തൊരു പാമ്പ്. ഞാൻ ആ പാമ്പിനെ തല്ലിക്കൊന്നു. വീട്ടിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കണ നേരത്ത് കണ്ടതാ 2ാമതൊരു പാമ്പ്. അതിനെയും തല്ലിക്കൊന്നു. പിന്നെ കുറച്ചേരം റെസ്റ്റ് എടുത്ത് അസ്ര ജമാഅത്തിന് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോണ്ട് 3ാമത്തെ ഒരു പാമ്പ്. അതിനെയും കൊന്നു. പക്ഷെ എന്റെ മനസ്സ് മന്ത്രിക്കാൻ തുടങ്ങി. എന്താണ് ഇങ്ങനെ 3 പാമ്പൊക്കെ അടുപ്പിച്ച് കാണാം. പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിച്ചു, ഉസ്താദെ 3 വട്ടം ഇന്ന് പാമ്പിനെ കാണുന്നു, ഞാൻ എന്താ ചെയ്യാ?
പുസ്തകം പറയും പാമ്പിന്റെ ആള് റിഫായി ഷെയ്ഖാണ്, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു യാസീൻ ഓതിക്കോന്ന് അങ്ങനെ പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരാൾ വന്നു, റസൂൽ എന്നെ തേള് കടിച്ചിട്ടുണ്ട് നബിയെ, എന്നെ തേള് കടിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നീ നേരം വൈകിച്ചപ്പോ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് നീ ദുആ ചെയ്തിരുന്നുവെങ്കിലോ ആ തേള് നിന്നെ ഉപദ്രവിക്കില്ലായിരുന്നു. റസൂലുള്ളാഹിന്റെ ഹദീസോ പ്രവാചകന്റെ ജീവിതമോ പഠിച്ച് ആരും വഴിതെറ്റൂല. മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാ. ഇത്ര വ്യക്തമായിട്ട് അല്ലാഹു പ്രാർത്ഥന പറഞ്ഞിട്ടും തൗഹീദ് പറഞ്ഞിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും ജനങ്ങൾക്ക് എവിടെയാണ് തകരാറുണ്ടായതെന്നറിയോ? എവിടെയാ തകരാറുണ്ടായി? നമ്മളുടെ ആളുകൾ ഇന്ന് കൊണ്ടു നടക്കുന്ന ആദർശങ്ങൾ ഷിയ ആദർശങ്ങളാണ്. അത് നമ്മളുടെ നാട്ടിൽ കയറി വന്നതിൽ, ഈ മംഗലാപുരത്തൊക്കെ എത്തിയതിൽ വലിയൊരു പങ്ക് നമ്മളുടെ കേരളീയർക്കുണ്ട്, മലയാളികൾക്കുണ്ട് എന്നുള്ളത് നിസ്സാരല്ല. കാരണം ഹിജറ 5-ാം വർഷത്തിലൊക്കെ കേരളത്തിലെ ഇസ്ലാം എത്തി എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അഅലം, ഇസ്ലാം എത്തി എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ നാട്ടിലൊക്കെ ഇന്ത്യയിൽ ഇസ്ലാം എന്ത് നടന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. എത്ര പുരോഗമനം ഉണ്ടെന്ന് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടില്ല. ഹിജറ 1000 വരെ ചരിത്രം ബ്ലാങ്കാണ്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ വന്ന ഇസ്ലാമിന്റെ ഒരു നവോത്ഥാനം ഇന്ത്യയിൽ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ചരിത്രം കാണുന്ന ഹിജറ 950 വർഷക്കാരനായ സൈനുദ്ദീൻ മഖ്ദൂം ഇബ്നു ഹദുൽ ഹൈതമിയുടെ ശിഷ്യനായി സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനിയിൽ വരുന്നതാണ്. സമകാലികനായി ബോംബെയിൽ നിന്ന് ഷിയ വിശ്വാസിയായി മുഹമ്മദ് ഷാ കൊണ്ടോട്ടിയിലും വന്നു. അപ്പൊ എന്തുണ്ടായി? അന്ന് ഷിയായിസങ്ങളെ ഇറക്കുമതി ചെയ്ത് കൊണ്ടോട്ടിക്കാരാണ്. അവർക്ക് എതിര് പറഞ്ഞ ആളുകളാണ് പൊന്നാനിക്കാര്. ഖബറുയർത്തണേനും ഈ മാലപ്പാട്ടുകൾക്കൊക്കെ എതിരുള്ള ആളുകൾ പൊന്നാനിക്കാരാണ്. അതിനെ സപ്പോർട്ട് ചെയ്തൊരു കൊണ്ടോട്ടിക്കാരാണ്. അന്ന് കൊണ്ടോട്ടിക്കാര് പറഞ്ഞു, മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ കദാബില്ല, മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയ മുരീദന്മാർക്ക് അദാബുണ്ടാവില്ല. അപ്പൊ പൊന്നാനിക്കാരെ തിരിച്ചുപാടി, മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർക്ക് അദാബുണ്ട്. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയൊന്നുമില്ല. ആര് മുരീദായി കൂടിയോ അവർക്ക് അദാബുണ്ടാകുമെന്ന് പൊന്നാനിക്കാരെ തിരിച്ചുപാടി. അവസാനം നമ്മൾ കണ്ട കാഴ്ച എന്തെന്നറിയോ? സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലം കഴിഞ്ഞു, മുഹമ്മദ് ഷായുടെ കാലം കഴിഞ്ഞു. രണ്ടും കൂടെ സമ്മിശ്രമായ ഒരു ദീന് നമ്മുടെ നാട്ടിലൊക്കെ ഒഴുകി. അതിന്റെ ഭാഗമായി കുറെ ബിദ്അത്ത് വന്നു. ആ പുത്തൻ ആചാരങ്ങളിലാണ് റബ്ബല്ലാത്തവരോട് തേടുന്ന സാഹചര്യം. നിങ്ങൾ ആലോചിച്ചൊക്കെ ഇസ്ലാമിലെ സുന്നത്തായ സാഹചര്യങ്ങൾ എടുത്തൊക്കെ, മുത്തുനബി പഠിപ്പിച്ച ആചാരങ്ങൾ എടുത്തൊക്കെ. എന്റെ പ്രിയപ്പെട്ട അനുജൻ എന്റെ സംസാരത്തിന് മുമ്പ് വിശദീകരിച്ചത് പ്രവാചകനോടുള്ള മഹബ്ബത്തും ആ നബിയുടെ മതത്തിൽ കൊണ്ടുവരുന്ന ബിദ്അത്തുകളോടുള്ള ഗൗരവത്തിന്റെ വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ആ ബിദ്അത്തുകളിലൂടെയാണ് ശിർക്ക് വന്നത്. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, മുത്തുനബിയുടെ സുന്നത്തെടുത്ത സ്വർഗത്ത് പോവാം, അതിൽ തൗഹീദ് അല്ലാത്തൊന്നും കാണൂല. അപ്പൊ നമ്മൾ പറയും നല്ല കാര്യല്ലേ, അന്നദാനം നടത്തിയില്ലേ, ദിക്ർ ചൊല്ലിയില്ലേ, സ്വലാത്ത് ചൊല്ലിയില്ലേ, നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അപ്പൊ നോക്കി, എന്റെ കയ്യിൽ ഒരു 500ന്റെ നല്ല മനോഹരമായ ഒരു നോട്ടുണ്ട്. അതിന്റെ എംബ്ലം, സീല് എല്ലാം കറക്റ്റാണ്. പക്ഷെ അതിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പില്ല. ഞാനിവിടെ കടയിൽ പോയിട്ട് ഒരു 5 രൂപന്റെ ചീർപ്പ് വാങ്ങിയിട്ട് 500ന്റെ നോട്ട് കൊടുത്ത അയാൾ പറയും, മോനെ ബാക്കി ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അയാൾ പറയും, ഒന്നെങ്കിൽ ഈ നോട്ട് തിരിച്ചു കൊണ്ടേക്കും, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. കാരണം എന്തേ? കള്ള നോട്ടാണ്. റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പില്ല, ദിക്റില്ലേ, സ്വലാത്തില്ലേ, മദ്ഹില്ലേ, അന്നദാനില്ലേ, ഒക്കെ ശരിയാണ്. അല്ലാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തില് മുത്തുനബി റിസാലത്തിന്റെ ഒപ്പ് ചാർത്തിയില്ലേ, അത് പുത്തനാചാരമാ. ഇനി എന്താ പ്രശ്നം എന്നറിയോ? ആ പുത്തൻ ആചാരം നിങ്ങൾ ആലോചിച്ചൊക്കെ. ഞാൻ പറയാം, മജ്ലിസുന്നൂർ, മഹ്ദറത്തുൽ ബദരിയ, കുത്തുബിയ്യത്ത്, കുത്തറാത്തീബ്, ഉറൂസ്, എല്ലാ സംഭവങ്ങളും ദീനാണ്, നല്ലതാണ്. പുത്തൻ ആചാരമല്ല, പുണ്യമാണെന്ന് നിങ്ങൾ കരുതിക്കോളൂ. ഞാൻ സമ്മതിച്ചു തരാം, വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചു തരാം. ഒക്കെ നല്ല അമലുസ്സാലിഹാത്താണ്. കുത്തറാത്തീബ്, ഷാദുലി റാത്തീബ്, ജീലാനി ദിനം, തിദ്കാറെ ജീലാനി, നബിദിനം ഒക്കെ നല്ല അമലുസ്സാലിഹാത്താണെന്ന് ഞാൻ സമ്മതിച്ചു തരാം. നിങ്ങൾ ആലോചിച്ചൊക്കെ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതി കടന്നത് കുറച്ച് ഗൗരവത്തിന് ശ്രദ്ധിക്കണേ. നാളെ പരലോകത്ത്
നമ്മളൊക്കെ ഇങ്ങനെ കടന്നു വരാൻ. ഒരു ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങി സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ. സഅദുൻ സാഹീദുൻ സുബൈ റുംതൽഹാതു വഅബി ഉബൈദതു വബിനിഉ ഫിന്നാശിരിൽ കറാമി. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർക്ക് ഒരു ഭാഗത്ത് നിൽക്കാം. 2024-25 മംഗലാപുരത്തെ മുസ്ലിങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കാം. നിങ്ങൾ നോക്കേ, മംഗലാപുരത്തെ റേഡിൽ കുത്തുബിയത്തുണ്ട്, കുത്തറാത്തീബുണ്ട്, മജ്ലിസുന്നൂറുണ്ട്, മഹ്ദറത്തുൽ ബദരിയുണ്ട്, ആണ്ടുണ്ട്, ഉറൂസുണ്ട്, നേർച്ചുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ? അതിന്റെ അമലുസാലിഹാത്തിന്റെ കൂമ്പാരായിട്ട് മംഗലാപുരത്ത് എത്തുമ്പോ അപ്പുറത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ സ്വതക്കുണ്ട്, ഖുർആൻ പാരായണുണ്ട്, ഹജ്ജുണ്ട്, നിസ്കാരമുണ്ട്, സുന്നത്ത് നിസ്കാരമുണ്ട്, രാത്രി നിസ്കാരമുണ്ട്, രണഭൂമിയിൽ പോരാടിയതുണ്ട്. ഈ അമലുസാലിഹത്തൊക്കെ നിൽക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ നബിയോട് ചോദിക്കുക, നബിയെ ഇതെന്താ ഞങ്ങളുടെ ഏടുകളിലൊന്നും ഈ പുണ്യകർമ്മങ്ങളൊന്നും ഇല്ലല്ലോ, മംഗലാപുരത്തെ ഇടയിൽ കുത്തുബിയത്തും മജ്ലിസുന്നൂറും മഹ്ദറത്തുൽ ബദരി, ഇതെന്താ നബി ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞു തരാതിരുന്നത്? അത് അബൂബക്കർ ഉമറെ നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തോണ്ടാണ്. 2025 മംഗലാപുരത്തേക്ക് മനസ്സിലായിട്ടുള്ള പുണ്യകർമ്മങ്ങളാണ് എന്ന് പറയുന്ന ഒരു ഗതികേട് അള്ളാന്റെ ദീൻ ഉണ്ടാവും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ആ ബിദ്അത്തിലൂടെയാണ് സമൂഹത്തിൽ ശിർക്ക് വന്നേ. ഒറിജിനൽ സ്വലാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണേ, അവിടുത്തെ കുടുംബത്തിന് ഗുണം ചെയ്യണേ. നബിയോട് തേടാനല്ല, റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ നബിക്ക് അല്ലാഹ് രക്ഷയേകണേ, ഗുണം ചെയ്യണേ അല്ലാഹ്. നബിക്ക് വേണ്ടി അല്ലാഹുവിനോട്. സുന്നത്തൊക്കെ തൗഹീദാൻ. ബിദ്അത്ത് കോഴിക്കോട് നിന്നുണ്ടാക്കിയപ്പോഴാ ഞങ്ങളുടെ സൂത്രമൊക്കെ ഇടുങ്ങിപ്പോയി, ഞങ്ങളുടെ കൈക്കൊന്ന് പിടിക്കണേ നബിയേ. സുന്നത്തിലെ തൗഹീദാൻ. വിത്ര നിസ്കാരം തൗഹീദാൻ. ഇന്നല്ലാഹ വിത്ര യുഹിബ്ബുൽ വിത്ര ഫഔതു യാ അഹ്ലൽ ഖുർആൻ. അല്ലാഹ് ഒറ്റ ഇഷ്ടപ്പെടുന്നവനാണ്. നബിമാരുടെ പേര് കേൾക്കുമ്പോ പറഞ്ഞോ അലൈഹിസ്സലാം, അല്ലാഹുവേ അവർക്ക് രക്ഷയേകണേ. അവരോട് തേടാനില്ല, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട്. ഉള്ളാളത്തെ തങ്ങളെക്കാളും CM വടവൂരിനേക്കാളും ടോപ്പിലുള്ള ഏറ്റവും വലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ തേടിക്കോ അല്ലാഹുവിനോട്, അവരോടല്ല. റളിയല്ലാഹു അൻഹും, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട്. സുന്നത്തിലെ തൗഹീദാണ്. പിന്നെ ബിദ്അത്തിലെ പ്രശ്നം ഉണ്ടായേ. ഞാൻ അതിനൊരു ഒരൊറ്റ ലളിതമായൊരു വിഷയം പറഞ്ഞുതരാം. ഇവിടെയുള്ള സമസ്തക്കാരന്, സലഫി, ജമാഅത്തുകാരൻ, തബ്ലീഗുകാരൻ ഒക്കെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി വിചാരിച്ചു. ആ നിസ്കാരെടുത്തൊക്കെ പ്രിയമുള്ളവരെ തൗഹീദ് അല്ലാതെ കാണോ? എല്ലാവരും കൈകെട്ടിയത് അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? ആരെങ്കിലും മാറിയോ? ഇല്ല. പിന്നെ പറഞ്ഞു വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാത്, തേടിയില്ലേ? അതല്ലെങ്കിൽ പറഞ്ഞു അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായായ. ഇനി ഹനഫി മദ്ഹബുകാരന്റെ സനാ ആണെങ്കിൽ പോലും അല്ലാഹുവിനോട് ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, എന്റെ നമസ്കാരമില്ലേ, ബലികർമ്മങ്ങളില്ലേ, ആരാധനാ കർമ്മമില്ലേ, ജീവിതമില്ല, മരണമില്ല, എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനാണ്, എല്ലാം അല്ലാഹുക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഉള്ള ആളത്തെ തങ്ങളുടെ ആടില്ല, ജീലാനിയുടെ ആടില്ല, ബദരീകളുടെ പോത്തില്ല. വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും നിസ്കാരത്തിൽ പറയണു അല്ലാഹ്ക്കാണ് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറഞ്ഞില്ലേ? അല്ലാഹ്ക്കാണ് ബലികർമ്മ നിസ്കാരമൊക്കെ അല്ലേ? കാവര് ചോദിച്ചു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലാഹുവേ ശൈത്വാനിന്റെ ശർറിൽ നിന്ന് കാവല് തരണേ അല്ലാഹ്. സമസ്തക്കാരൻ അല്ലാഹുവിനോട്, സലഫി അല്ലാഹുവിനോട്, ജമാഅത്തുകാരൻ അല്ലാഹുവിനോട്. ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ ഉസ്താദ് പള്ളിയിൽ പറഞ്ഞു,
ഈക്കക്കാരൻ പറഞ്ഞു മജ്‌ലിസുന്നൂറുണ്ട്. അപ്പൊ എപിക്കാരൻ പറഞ്ഞു മഹദറത്തുൽ ബദരിയുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞെന്നറിയോ? ഈക്കക്കാരാണ് തുടങ്ങിയത് മജ്‌ലിസുന്നൂർ. സെയിം സാധനം എപിക്കാര് പേര് മാറ്റി തുടങ്ങി മഹദറത്തുൽ ബദരിയ. രണ്ടു കൂട്ടരും തുടങ്ങിയത് എവിടെ നിന്നറിയോ? പഴയ ബദർ ബൈത്ത് ഇല്ലേ? ബദർ ബൈത്ത് മാർക്കറ്റ് പോയപ്പോ പുതിയ കുപ്പായിട്ട് കൊടുത്തതാ മജ്‌ലിസുന്നൂർ. എന്നിട്ട് ആരോടത്? നിസ്കാരത്തിൽ ആരോടാ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പുറത്തൊക്കെ കഴിഞ്ഞപ്പോ തേടിയത് ആരോടാ? ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ ചുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മരിക്കണ നേരത്തെ ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്ങളുടെ കാവല് തന്നെ. അപ്പൊ മറ്റോ മറുപടി പറയാ, അതൊന്നും എനിക്ക് പറ്റൂല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടു കൂട്ടർക്ക് എന്താ പറഞ്ഞെന്ന് അറിഞ്ഞൂടാ, അറിയില്ല. മൗലൂദ് ഓതണവർക്ക് മിക്കതും അർത്ഥം അറിയില്ല. നമ്മുടെ പള്ളിയിൽ മങ്കൂസ് മൗലൂദ് ഓതൂല്ലേ? അപ്പൊ മൈക്കയിൽ രണ്ടാമത്തെ ഹിക്കായത്തെ ഫഖാല ഉസ്മാൻ ബിൻ ഹുവൈരിസ് മാലഹു ഖദ അക്സറ തനക്കുസ. അപ്പോ ഉസ്മാൻ ബിൻ ഹുവൈരിസ് എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ പറയും റളിയല്ലാഹു അൻഹു. ശരിക്കും ഉസ്മാൻ ബിൻ ഹുവൈരിസ് ആരാന്നറിയാം? അമ്പലത്തിലെ പൂജാരിയുടെ പേരാണ്. ഇവര് അറബിയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച നല്ല വലിയ സ്വഹാബിയാണെന്ന് കരുതിയിട്ട് ഉസ്മാൻ ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു. അപ്പോ നമുക്ക് ഇതിന്റെ അർത്ഥം അറിയണില്ല. ഒരാൾ പറയും മരിക്കണ നേരത്തെ ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്ങളുടെ കാവല് തരണേ. മറ്റും പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മജ്‌ലിസുന്നൂർ തെറ്റാണെന്ന് പറയാ എല്ലാവർക്കും അറിയുന്ന ആയത്തില്ലയോ? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ മനസ്സിൽ ദുർമന്ത്രം നടത്തി പിന്മാറിക്കളയുന്ന ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് ജനങ്ങളുടെ രാജാധിരാജനായ, ജനങ്ങളുടെ ആരാധ്യനായ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് നിന്നോട് കാവല് ചോദിക്കുന്നു അല്ലാഹ് എന്നല്ലേ ഖുർആൻ പറഞ്ഞേ. ഇപ്പുറത്ത് നമ്മളാരാ പറഞ്ഞേ? നിസ്കാരത്തിലും അല്ലാഹ്നോട്. പുറത്ത് കടന്നപ്പോഴാണ് ബിദഅത്ത് വന്നപ്പോഴാ പ്രശ്നം. നിനക്കറിയോ, സാക്ഷാല് ബദറിന്റെ രണഭൂമിയിൽ ബദരീങ്ങൾക്കെതിരെ പോരാടിയ ആളാ ഇബ്ലീസ്. 300 ചില്ലാനും ബദരീങ്ങളെ കണ്ട് ഇബ്ലീസ് ഓടിയിട്ടില്ല. പിന്നെ ഇബ്ലീസ് ഓടിയതെപ്പോഴാ? ആകാശത്ത് നിന്ന് റബ്ബിന്റെ മലായിക്കത്തുകൾ അടരാടുന്നത് കണ്ടപ്പോ ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓടിയത്. ഞാൻ അല്ലാഹനെ പേടിക്കുന്നു. ഇബ്ലീസ് പേടിച്ച അല്ലാഹനോട് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവല് ചോദിച്ചോ, ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവല് ചോദിച്ചോ. പിന്നെ അല്ലാഹന്റെ നാമത്തിൽ ആരംഭിച്ചിട്ട് പറയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ്. അവിടെ ഖുത്ബുൽ അഖ്താബില്ല, ഔസുൽ അഅ്ലമില്ല, എല്ലാ ലോകത്തിന്റെയും അച്ചുതണ്ട് പോലും മഹാനെന്നില്ല. അല്ലാഹ് നിനക്കാണ് സർവസ്തുതികളുമെന്നാണ്. ലോകത്തിന്റെ നിയന്ത്രണങ്ങൾ വകവെച്ചു കൊടുത്തിട്ടില്ല. കോഴിക്കോട് മടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 6 അടി മണ്ണില് മറവ് ചെയ്യപ്പെട്ട ചിറ്റടിമേത്തിൽ അബൂബക്കർ മുസ്ലിയാരാ ലോകം നിയന്ത്രിക്കുന്നതെന്ന വാദം പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ്. ഇതിന്റെ ഗ്യാസ് കളയാൻ വലിയ ഡയലോഗൊന്നും വേണ്ട. നമ്മളുടെ ഈ മംഗലാപുരത്ത് ഒരു സാധാരണക്കാരൻ വജ്ബ എയർപോർട്ടിൽ നിന്ന് സൗദി അറേബ്യ പോയിട്ട് അവിടെ ജോലി ചെയ്ത് കഫീലിന്റെ അടുക്ക ജോലി ചെയ്യുമ്പോ കഫീലിനോട് പറയാ, കഫീലെ, ലോകം നിയന്ത്രിക്കുന്നത് ആരാന്നറിയോ? ഞങ്ങളുടെ നാട്ടിലെ ഇന്ത്യയിലെ ഞങ്ങളുടെ മംഗലാപുരത്തിന്റെ അവിടുന്ന് കുറച്ചങ്ങോട്ട് പോയ കേരളത്തിന്റെ കോഴിക്കോട് മടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 6 അടി മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട CM മടവൂർ എന്ന ചിറ്റടിമയത്തിൽ അബൂബക്കർ മുസ്ലിയാരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് മംഗലാപുരത്ത് പോയ സക്കാഫി അറബി കഫീലിനോട് പറഞ്ഞ കഫീൽ ചോദിക്കുന്നത് മജ്നൂനിയ സക്കാഫി, എനിക്ക് ഭ്രാന്തുണ്ടോ സക്കാഫി എന്ന്. അത്ര കാറ്റേനുള്ളൂ. നിങ്ങൾ എന്നെ ആലോചിച്ചൊക്കെ. നിങ്ങൾ ആരെങ്കിലും കേട്ടുണ്ടോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു? എന്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു? നമ്മൾ കേട്ടിട്ടില്ല. ചിറ്റടിമേത്തിൽ അബൂബക്കർ മുസ്ലിയാർ ലോകം നിയന്ത്രിക്കുന്നു എന്ന് കേട്ടു.
പക്ഷേ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുദബ്ബിറുൽ ആലം അസ്സാനി, ലോകം നിയന്ത്രിക്കുന്നത് അലിയാണെന്ന് പറഞ്ഞത് ഷിയാക്കളാ. അയിന്ന് കിട്ടിയതാണ്. ഇനി അള്ളാന്റെ നാമവിശേഷങ്ങൾ സമസ്ത മുജാഹിദീനൊക്കെ നെഞ്ചത്ത് കൈയ്യട്ടി വള്ളയമ കൈയ്യട്ടിട്ടൊക്കെ പറയണ എന്താണ്? പടച്ചോനെ വാഴ്ത്താൻ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനും അല്ലാഹ്. എന്റെ മുരീദ് നരകത്തിലില്ല എന്ന് പാടുന്നില്ല, എന്നെ പിടിച്ചോരെ പേടിക്കണ്ടെന്ന് പാടുന്നില്ല. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനല്ലാഹ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ആരാധിക്കുന്നു അല്ലാഹ്, നിന്നോട് മാത്രം സഹായം തേടുന്നു അല്ലാഹ്. മുത്തുനബിയാണ് ആയത്തിനെ പഠിപ്പിച്ചത്. ഇദാ സഅൽത ഫസ്അലില്ലാഹ് ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട്, സഹായം തേടുന്നുവെങ്കിൽ അതും അല്ലാഹുവിനോട് മാത്രമാകണേ. എല്ലാവരും അതാ പറഞ്ഞേ, അല്ലാഹുവേ നിന്നോട് സഹായം തേടുന്നു. മൊയ്‌ദി ശൈഖ് ബദരീങ്ങളെ മെമ്പറത്തെ തങ്ങളെ ഉള്ളാളെ മുപ്പരെ ഇല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്നിട്ട് പ്രാർത്ഥന ആരംഭിച്ചു. ആരോട്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ അല്ലാഹ്. അല്ലാഹുവിനോടാ. പക്ഷേ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മൊയ്‌ലീര് പറയുന്ന ഒരു ഖുതുബിയ്യത്തുണ്ട്. ആരോടാ തേടി? അല്ലാഹു ഉടമപ്പെടുത്തി തന്ന അങ്ങ് പ്രവേശിച്ചതായ നേർമാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണേ ശൈഖേ. നിസ്കാരത്തിൽ ഉസ്താദ് പറഞ്ഞു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. തൗഹീദല്ലേ ഉള്ളു, സുന്നത്തിലോ ഏതാണ് നേരായ പാത? അല്ലാഹ് അൻഅംത അലൈഹിം, അനുഗ്രഹിച്ചവരാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരല്ല. വലല്ലാലിൻ, വഴിപിഴച്ചവരല്ല. ജൂത ക്രിസ്ത്യാനികളുടെ മാർഗമല്ല അല്ലാഹ്. നിസ്കാരത്തിൽ ളുഹർ നിസ്കാരത്തിലെ മംഗലാപുരത്ത് മുഹമ്മദ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലിൻ ആമീൻ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ തേടിയിട്ട് ഇങ്ങനെ ഒരു ഖബർ സിയാറത്ത്, ഒരു ജാറ സിയാറത്ത്. ഖബർ സിയാറത്ത് ഇസ്ലാമിൽ സുന്നത്താണ്, ചെയ്യേണ്ടതാണ്, പുണ്യാണ്. പക്ഷെ ഒരു ജാറത്തിന്റെ അടുത്ത് പോയിട്ട് മൂപ്പരെ ബീവി കാക്കണെന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ക്രിസ്ത്യാനിയായ ജോസഫിനെ കാണുമ്പോ ജോസഫ് ചോദിക്കുക, അല്ല മുഹമ്മദേ, നിങ്ങളുടെ ഖുർആനിൽ ഞങ്ങളെ മറിയം ബീവിനെ പറ്റി ഉണ്ടോ? ഉണ്ടല്ലോ. ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്ത് മറിയം എന്നാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിലോ അവിടെ മറിയം ബീവിനുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളിലോ അവിടെ മറിയം ബീവിണ്ട്. എന്നാ മറിയമേ രക്ഷിക്കണമെന്ന് ചോദിക്കാൻ പറ്റുമോ? പാടില്ല. നിനക്കെതിരെ ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. മറിയമേ രക്ഷിക്കണമെന്ന് ചോദിക്കണത് പഴച്ച വിശ്വാസാണ്. ശരി, നമ്മുടെ ഭീമ ഉമ്മിച്ചാനെ പറ്റി, മുനമ്പത്ത് ബീവിനെ പറ്റി അള്ളാന്റെ ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസ് ഗ്രന്ഥങ്ങളിലോ അവിടെ ഇല്ല, ചരിത്ര ഗ്രന്ഥങ്ങളിലോ അവിടെ ഇല്ല. എന്നാ മുനമ്പത്ത് ബീവിയെ രക്ഷിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. അത് അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. ഇപ്പൊ തമ്മിപ്പതും ജോസഫാണോ മുഹമ്മദാണോ? ഖുർആൻ പറഞ്ഞിട്ടും ഹദീസ് പറഞ്ഞിട്ടും ചരിത്ര ഗ്രന്ഥം പറഞ്ഞിട്ടും മറിയം ബീവിയോട് തേടരുത് എന്ന് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് നിസ്കാരത്തിൽ പറഞ്ഞിട്ട് ഖുർആനിലുമില്ല, ഹദീസിലുമില്ല, ചരിത്ര ഗ്രന്ഥങ്ങളിലുമില്ല. എവിടെ ജനിച്ചു എന്ന് പോലുമില്ല. ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാനേറൊക്കെ പെറ്റ നാട് നല്ല. വെളിയങ്കോട്ടും മരക്കാളി കുഞ്ഞുമരക്കാർ ഷഹീദോരെ, ബഹുമാനേറൊക്കെ പെറ്റ നാട്. ജനിച്ച നാടറിയില്ല, പേരറിയില്ല. മഹാന്മാരുടെ നാട്ടിൽ കിട്ടിയതിന്റെ പേരിൽ മാത്രം ബീവിയെ രക്ഷിക്കണമെന്ന് ചോദിക്കണോരെ. ഞാനേ 15 കൊല്ലം മുമ്പ് പുത്തൂരെ ഞാൻ ആ വിഷയം സംസാരിച്ചു. അത് ഞാൻ പറഞ്ഞു, ഊരും പേരറിയാതെ മഹാന്മാരുടെ നാട്ടിൽ ജനിച്ചുകൊണ്ട് വലിയ അവനെ ലോകത്ത് ഏറ്റവും വലിയ അബൂജഹലാണ്. കാരണം എന്താ?
ഊരും പേരറിയാമേ ശുഹറച്ചൊട്ടും കുറവില്ല ബഹുമാനേരൊക്കെ പെറ്റ നാട് നല്ല മുത്ത് റസൂൽ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് ഉസ്മാൻ അലിയോരെ ബഹുമാനേരൊക്കെ പെറ്റ നാട്. പിന്നെ കടൽക്കര കിടന്നിട്ട് മത്സ്യം തിന്നില്ല എന്നുള്ളതാണ് അടുത്ത കറാമത്ത്. ഞാനൊക്കെ ആലോചിച്ച് ഫിറോവിന്റെ ഡെഡ് ബോഡി ഒന്നും നമ്മുടെ ഉള്ളാളത്തും മംഗലാപുരത്തും ഒന്ന് അടിയാഞ്ഞ് നന്നായി, ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ജാറ ഇവിടെ ഉണ്ടാക്കൂല്ലേ ഫിറോൻ ഉപ്പാപ്പാൻ അഫറല്ലാഹു മറക്കഥ. കാരണം എത്ര കൊല്ല കടലിൽ കിടന്നേ. അപ്പോ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇത് നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞ തൗഹീദ് അല്ലാതെ ഒന്നും നമ്മൾ പറഞ്ഞില്ല. ഇല്ല, റുകൂഇലെ വാറ്റി പറഞ്ഞതല്ല, സുജൂദിലെ തേടിയതും അല്ല. രണ്ട് സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തില് 7 കാര്യങ്ങൾ ചോദിച്ചതും അല്ല. അവസാനത്തെ അത്തഹിയ്യാത്തിലെ മുഴുവൻ പ്രാർത്ഥനകളും അല്ല. റബ്ബല്ലാത്ത ആരോടുമില്ല. എന്നാലും നമ്മുടെ ആൾക്കാരുണ്ട് അതിനിടയിൽ വല്ല പ്ലൂട്ടോണിയം കിട്ടുമെന്ന് തപ്പി നോക്കുന്ന ആൾക്കാരെ. അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞു അത്തഹിയ്യാത്തിലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞില്ല, അത് നബിയോട് ചോദിക്കാനാ തെളിവ് എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വന്നു. അവരോട് നമുക്ക് പറയാനുള്ള എന്താ അറിയോ, അള്ളാന്റെ മുത്തുനബി നിസ്കരിക്കുമ്പോ എന്താ തേടിയേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. നബിയോട് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒന്ന്, റസൂൽ ഇമാമും മഅ്മൂമീങ്ങള് സ്വഹാബത്തുമായിരിക്കെ മഅ്മൂമ് നിൽക്കണ സ്വഹാബത്ത് എന്താ തേടിയേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അപ്പൊ ഇമാം നിൽക്കണ റസൂലുള്ളാഹി വഅലൈക്കും അസ്സലാം എന്നാ പറഞ്ഞേ? അല്ലല്ലോ, അല്ല അല്ല. അത് നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാം. ഇനി ഇമാമീങ്ങൾ എന്ത് പറഞ്ഞു നോക്കാം. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, അത് മുത്തുനബിയോടുള്ള വിളിയല്ല, റസൂലിന് വേണ്ടിയുള്ള ദുആയാ. ഞങ്ങളുടെ നബിക്ക് രക്ഷ കൊടുക്കണേ അല്ലാഹ്. തൗഹീദ് അല്ലാത്ത ഒന്നും കാണൂല ഇസ്ലാമിൽ, എവിടെയും തൗഹീദാണ്. പ്രിയമുള്ളവരെ, ഒരൊറ്റ പോയിന്റ് മനസ്സിലാവാൻ കൂടെ പറഞ്ഞ് അതിന്റെ ആദർശം കൂടെ പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കും. ഇവ നമ്മളെ ദിനാഘോഷങ്ങളുണ്ട് ഇസ്ലാമിലെ. ഇസ്ലാമിലെ ദിനാഘോഷങ്ങളിലെ തൗഹീദ് അല്ലാതെ കാണാൻ പറ്റുമോ? ചെറിയ പെരുന്നാള്, വലിയ പെരുന്നാള്, അവിടെ എന്താ തക്ബീർ ചൊല്ലല്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു നീയാണ് ഏറ്റവും വലിയവൻ, നീയല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. ഹജ്ജ് പെരുന്നാളിന് ദുൽഹജ്ജ് മാസത്തില് ഇബ്രാഹിം നബിയുടെ ത്യാഗം പറയുമ്പോ, ഇസ്മായിലിന്റെ നൊമ്പരങ്ങളെ പറയുമ്പോ, ഹാജറിന്റെ വേദനകൾ പറയുമ്പോ, ഇവർ ആരുടെയും ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ചോദിക്കണില്ല, അല്ല കൊടുത്ത കഴിവുകൊണ്ട് ചോദിക്കണില്ല, ഇബ്രാഹിം നബിയെ എന്ന് വിളിക്കണില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇസ്ലാം അങ്ങനെയാ. പക്ഷെ നമ്മൾ ദിനാചരണം ഉണ്ടാക്കി. ഒന്ന് നബി ദിനം, റബീഉൽ അവ്വൽ 12. സത്യത്തിൽ മൗലൂദ് ഓതാൻ വന്ന ഉസ്താദ് പറഞ്ഞു, വീട്ടുകാരാ മുത്തുനബി ജനിച്ച ഏത് ദിവസം അറിഞ്ഞൂടാ, ഏത് മാസം അറിഞ്ഞൂടാ. അത് ഉസ്താദ് നമുക്ക് കന്നഡയിലോ ബാരിയിലോ മലയാളത്തിലോ പറഞ്ഞ മൊയിലിയെ നമ്മൾ വെറുതെ വിടൂല. പക്ഷെ ഉസ്താദ് പറഞ്ഞത് അറബിയിലായി പോയി. മൗലൂദ് കിതാബ് 5-ാമത്തെ പേജ്, താഴ്ന്ന മേലക്ക് 3-ാമത്തെ ലൈൻ. വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി വഫീ ശഹരിഹാ വഫീ യൗമിഹാ മിനൽ ഉലമാഇ താരീഖിൽ മർവിയാ. റസൂലുള്ളാഹി ജനിച്ച ദിവസത്തിലും മാസത്തിലും വർഷത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ നബിദിനാഘോഷപ്പോ ആൾക്കാർ ആരോടാ തേടി? പുതിയതാണ്, ഷിയാക്കളാണ് കൊണ്ടുവന്നത്. ഷിയാക്കളിലെ തീവ്ര വിഭാഗമായ ഫാത്തിമിയാക്കള് അള്ളാന്റെ കഅബാലയത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് മോഷ്ടിച്ചവരാണവർ. വീണ്ടും അതിനെ തിരിച്ചു വാങ്ങി വെച്ചപ്പോ ദൂരെ നിന്ന് അമ്പ് ചെയ്ത് അതിനെ 7 കഷ്ണമാക്കിയതും ആ ഫാത്തിമിയാക്കളാണ്. മുല്ല ഉമർ എന്ന ഷിയായാണ്. ദീനിനോട് മഹബ്ബത്തുള്ളവരല്ല. അവര് കൊണ്ടുവന്ന പുത്തൻ ആചാരം നബിദിനം. നബിദിനം കൊണ്ടുവന്നപ്പോ നമ്മൾ ആരോടാ തേടി? നബിയോട് ഒരു ഇർത്തകബത്ത് മാത്രമല്ല, യാ സയ്യിദ സാദാത്ത് മാത്രമല്ല, അബ്ദുഹു കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ലഫീറോ. നബി അങ്ങയുടെ പാവപ്പെട്ടതായ അടിമ ഇതാ വന്നിരിക്കുന്നു നബിയേ. റസൂലെ അങ്ങയുടെ അടിമ വന്നു എന്നാണ്.
ഓക്കെ, നബിദിനം കഴിഞ്ഞു, റബീഉൽ അവ്വൽ. അടുത്ത മാസം എന്താ വന്നു? ജീലാനി ദിനം. അപ്പൊ ആരോടാ തേടിയ? ജീലാനി. നിങ്ങൾ വിചാരിക്കും നബിദിനം പറഞ്ഞ നബി ജനിച്ചതിന്റെ പേരിലാണല്ലോ. അപ്പൊ ജീലാനി ദിനം ജീലാനി ജനിച്ചതാവും അല്ലാട്ടോ, ജീലാനി മരിച്ചതാ. എന്താ ജീലാനി ജനിച്ച ദിവസം ജീലാനി ദിനം ആഘോഷിക്കാത്ത? അത് റമദാൻ 1-നാണ്. ഓൾറെഡി ആ മാസം ബദരീങ്ങൾ ആണ്ടുണ്ട്. ഇവരുടെ 12 മാസത്തെ സ്കെച്ച് കറക്റ്റാണ്. നബിദിനം, ജീലാനി ദിനം, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ആണ്ട്, റിഫായി ഷെയ്ഖിന്റെ ആണ്ട്, അങ്ങനെ പോയി. റമദാനിലെ ബദരീങ്ങൾ ആണ്ടു, അങ്ങനെ പോവരെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ജീലാനിതം വന്ന് ആരോടെ തേടാ? ആദരവായ റസൂലൊളിവേ, 14 മകനായവരെ, ബദാദിൽ മറപ്പെട്ടൊളിവേ, ശൈഖ് മുഹിയുദ്ദീൻ തങ്ങളെ കാത്തിടണേ. മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിച്ചു. കുത്തുബിയത്തിലോ അവിടെ തേടി, മൊഹീദ്ദീൻമാലയിലോ അവിടെയും തേടി. മൊയ്തീൻ ഷെയ്ഖ് തൗഹീദ് പറഞ്ഞ ആളാട്ടാ. അദ്ദേഹത്തിന്റെ കിതാബ് ഫത്ഹുർ റബ്ബാനി, ഫുതുഹുൽ ലൈബ് മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയുന്ന ഉന്നത്തുൽ താലിബീൻ നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. അള്ളാന്റെ കഅബാലയത്തിലെ മക്കയിലൊക്കെ പോകുമ്പോ, ഉംറക്കൊക്കെ പോകുമ്പോ അവിടുത്തെ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കണം, 2 മുഹിയുദ്ദീൻമാൽ ഒരു കുത്തുബിയത്ത്, അവര് മേപ്പിട്ടോക്കും. അവിടെ പോയി നിങ്ങൾ ചോദിക്കുക, അബ്ദുൽ ഖാദർ ജീലാനിയുടെ കിതാബ് കിട്ടുമോ? അപ്പൊ കിട്ടും ഫത്ഹുർ റബ്ബാനി, ഫുതുഹുൽ ലൈബ് മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഉന്നത്തുൽ താലിബീൻ. ഇറാഖിന്റെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിലെ അല്ലാമ യൂസുഫ് ഇബ്നു അയ്യൂബുൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴില് 18-ാമത്തെ വയസ്സ് മുതൽ 26 വയസ്സ് വരെ പഠനം നടത്തിയ പണ്ഡിത കുലപതിയ അബ്ദുൽ ഖാദർ ജീലാനി. അല്ലാണ്ട് ഡ്രൈവറില്ലാണ്ട് കാറോടിച്ച് വന്ന ആളും പച്ചക്കുതിരക്ക് മേലെ പാതിരാത്രി വന്ന് കാളിത്തള്ളക്ക് പ്രദർശനം കൊടുത്ത ആളൊന്നുമല്ല. ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയ കെട്ടുകഥയാ. അദ്ദേഹത്തിന് മുഹിയുദ്ദീൻ എന്ന പേര് കിട്ടിയത് ഒരു മുഹിയുദ്ദീൻമാലെ പറയണത്, ദീനുൽ ഇസ്ലാം മനുഷ്യക്കോലത്തിൽ മരിക്കാനായി കിടക്കുമ്പോ ചെരുപ്പില്ലാതെ വെള്ളിയാഴ്ച ദിവസം വന്ന അബ്ദുൽ ഖാദർ ജീലാനി തലോടിയപ്പോ ദീനുൽ ഇസ്ലാം എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, ഞാൻ ദീനുൽ ഇസ്ലാമാണ്, മനുഷ്യരൂപത്തിൽ വന്നതാണ്, മരിക്കാനായതാണ്, താങ്കളാണ് എനിക്ക് ജീവൻ തന്നത്, അതുകൊണ്ട് താങ്കളുടെ പേര് മുഹിയുദ്ദീനാണ്. സമസ്തയുടെ സമസ്തയുടെ ഔദ്യോഗിക മുഹിയുദ്ദീൻമാല വ്യാഖ്യാനം ഓദർ മുസ്തഫൽ ഫൈസി. മുഹിയുദ്ദീൻമാലയുടെ വരി 26-ാമത്തെ വരി, ദീൻ താൻ വിളിച്ചോവർ, അതിന്റെ വ്യാഖ്യാനത്തില. എന്നിട്ട് ഇവര് സമർത്ഥിക്കുന്നത് ദീനുൽ ഇസ്ലാം മനുഷ്യരൂപം പ്രാപിക്കുമോ ഇല്ലയെന്ന. നിങ്ങൾ ഒറിജിനൽ ഷെയ്ഖിനെ പഠിക്കുക, അദ്ദേഹത്തോട് തേടാ കുത്തുബിയത്തില്. എന്നിട്ട് തേടുമ്പോ ആരോടൊക്കെ തേടുന്നറിയോ? ഞാൻ സമയമില്ലാത്തോണ്ടൊന്നും പറയണില്ല. ജിന്ന ഔലിയാക്കൾക്ക് വരെ ഫാത്തിഹ ഓതിയിട്ടാ കുത്തുബിയത്ത് തുടങ്ങാം. മിനൽ ജിന്നി വൽ ഇൻസി കുബറാഇഹിം വറഅസാഇഹിം അഹ്മർ വത്തംറയാത് വഹസ്സസ് ലഹ്കൂഷ് മൈമൂൻ ഹദലയാദ് നസ്ലസ്തൂഷ് മൈമൂൻ സന്നിക ശതദഷ്കൂഷ് അബിയദ് ശംഹൂറഷ് സൗബിയാ അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. ഞാൻ അശ്വിഷ്കുഷ്ണൊന്നും വെറുതെ പറഞ്ഞൊന്നല്ല, ഒന്ന് സ്ലോവില് പറഞ്ഞുതരാം, എഴുതി വെച്ചോ, റെക്കോർഡ് ചെയ്തോ. നിങ്ങളെ മൊയിലന്മാര് പറയണ്ടോ നോക്കിക്കോ. അഹ്മർ തംറയാത് ഹസ്തസ് ലഹ്കൂഷ് മൈമൂൻ ഹദലയാത് നസ്തലശൂഷ് മൈമൂൻ സന്നിക ശതദഷ്കൂഷ് അബിയദ് ശംഹൂറഷ് സൗബിയ അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. നിങ്ങളെ ജിന്ന ഔലിയാക്കളെ നിങ്ങൾ വിളിച്ചതാ കുത്തുബിയത്തില്. എവിടെ നിങ്ങൾക്ക് ഇതൊക്കെ ഇടിനെയായി ഇരുന്ന് പഠിച്ചതാ? ഇത് സിവിൽ സർവീസ് പഠിക്കരുന്ന എനിക്ക് അത് കിട്ടുമായിരുന്നു. നിങ്ങളറിയോ, ഇതൊക്കെ വരെ എഴുതി വെച്ച് പറയാ. എന്നിട്ട് വിളിച്ച വായ കൂടുന്നതിനും ഉത്തരം നൽകും മുഹിയുദ്ദീൻമാല. കിട്ടൂല, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ തൊണ്ട പൊട്ടി വിളിച്ചിട്ട് 12 റക്അത്ത് നിസ്കരിച്ചിട്ട് 1000 വട്ടം വിളിച്ചാലേ കിട്ടുള്ളൂ എന്ന് കുത്തുബിയത്ത്. അവിടെയും കിട്ടൂല. തിങ്കളാഴ്ച പാതിരാത്രി എണിച്ച് 12 റക്അത്ത് നിസ്കരിച്ച് ഇറാഖിന്റെ ബഗ്ദാദിന്റെ ഭാഗത്തേക്ക് 11 കാലടി വെച്ച് ഓരോ കാലടിയിൽ ശരണം വിളിച്ചാലേ നിങ്ങൾക്ക് കിട്ടൂ എന്ന് ഫുയൂദാത്തുർ റബ്ബാനിയ. നിഷേധിക്കാൻ പറ്റോ? അങ്കലാപുരത്തുകാരെ, നിങ്ങൾക്ക് വിസയും ടിക്കറ്റും ഇല്ലാണ്ട് ദുബൈ പോണോ? അതിനു വരെത്ത് വഴിയുണ്ട്. ഷുമൂസുൽ അൻവാർ എപ്പി സമസ്തക്കാരുടെ ആദർശത്തിന്റെ മുഖമുദ്രയായ KVM ബന്ദാവൂർ എഴുതിയതാ. ഒരു കള്ളി വരച്ചൊരു മന്ത്രമൊക്കെ നടത്താൻ അങ്ങനെ ഒഴിഞ്ഞിരുന്ന് നടത്തിയ പേപ്പർ ഇങ്ങനെ ഒരടി പൊന്തിക്കും. അത് വലത് തുടയിൽ വെച്ച് കെട്ടി ദുബൈ ലക്ഷ്യമാക്കി 3 കാലടി വെക്കുമ്പോ നിങ്ങൾ ദുബൈയിലെത്തുന്ന ഫ്ലൈറ്റ് കണ്ടുപിടിച്ചോണ്ട് തലക്കടിക്കണ്ടേ? കാരണം പാവം പ്രവാസികൾ ഇങ്ങനെ സൈറ്റിൽ നോക്കിയിരിക്കും, എന്നാ റേറ്റ് താഴെ വരുന്ന നാട്ടിൽ പോരാൻ വേണ്ടിയിട്ട്. ഈ വക 75 റുപ്യന്റെ ഈ പുസ്തകത്തിൽ ഈ വക അഭ്യാസം ഒപ്പിച്ചപ്പോ നിങ്ങൾക്ക് പെണ്ണുങ്ങളെ വളക്കണോ? അതിനും മന്ത്രമുണ്ട്. ഇതെന്ത് ദീനുൽ ഇസ്ലാമാ? ഇതെന്ത് ദീനുൽ ഇസ്ലാമാ? അതുകൊണ്ട് മഹാന്മാരുടെ പാത സുന്നത്ത് മുറുകെ പിടിക്ക്, വഴിതെറ്റൂല. നിങ്ങളെ കളിയാക്കാൻ പറയണമെന്നല്ല, ഇത് ആരാ പറഞ്ഞുതരാ സമൂഹത്തോട്? സലഫികളല്ലാതെ ആർക്കാ പറഞ്ഞുതരാളെ? രാഷ്ട്രീയം പറയാൻ പ്രസംഗിക്കാൻ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. പോരാത്തതിന് മുസ്ലിം പേരിൽ
രാഷ്ട്രീയം പറഞ്ഞിട്ട് ഇവിടെ സംസാരിക്കാൻ ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട് അല്ലേ? നിങ്ങൾ മുക്കിലും മൂലയിലും മാത്രം ഒതുങ്ങിയിരുന്നിട്ട് നമുക്ക് ദിക്റും ബൈത്തും മാത്രമായിട്ട് കൂടാന്ന് പറഞ്ഞേ തബ്ലീഗുകാരുണ്ടാവും. പക്ഷെ നബിമാരിറങ്ങിയ പോലെ അങ്ങാടിയിൽ ഇറങ്ങി ദീന് പറഞ്ഞു തരാൻ, സുന്നത്ത് പറഞ്ഞു തരാൻ സലഫികളല്ലാതെ ആരാളെ? അതുകൊണ്ടാ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏത് ദിനാഘോഷം ഇനിപ്പതാ ജനുവരി മാസത്തില് ഒരു കാഞ്ഞിരമുറ്റം ഷെയ്ഖ് ഫരീദ് ഔലി ആണ്ട് നേർച്ച വരുന്നുണ്ട്. ആരോടാ തേട? കാഞ്ഞിരമുറ്റത്തെ വലിയനോട്. കേരളത്തിന്റെ എറണാകുളം കോട്ടയം ബോർഡറിൽ നടക്കണ ഷെയ്ഖ് ഫരീദ് ഔലിയാന്റെ ആണ്ട് നേർച്ച മംഗലാപുരത്ത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കണ ആൾക്കാരോടെ 300-ലധികം ബ്രാഞ്ചസ് ആണ് ഷെയ്ഖ് ഫരീദ് ഔലിയാക്ക്. അദ്ദേഹത്തിന് മംഗലാപുരത്തും ബ്രാഞ്ച് ഉണ്ട്. മനസ്സിലാവുണ്ടോ? മലയാള മാസത്തിൽ അങ്ങനെ ഒരു ആഘോഷമുണ്ട്. അപ്പൊ തന്നെ ഇസ്ലാം അല്ല എന്നുള്ളത് വ്യക്തല്ലേ? ഇസ്ലാം അല്ല എന്നുള്ളത് വ്യക്തല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, പ്രിയമുള്ളവര്, ആരോടാണ് തേടുന്നതെന്നറിയോ? മുഹിയുദ്ദീൻ ശൈഖിനോട് തേടുന്നവരെ ജീലാനിയെ പഠിക്കണേ. നിങ്ങളോ അബ്ദുൽ ഖാദർ ജീലാനിയെ പഠിക്കണേ. 26-ാമത്തെ വയസ്സിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങി ജന്മനാട്ടിലേക്ക് വരുന്നത് 52-ാമത്തെ വയസ്സ് വരെയാണ്. അതുവരെ ദീനിന്റെ പ്രബോധനങ്ങളാ. 52-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്. നാട്ടുകാര് കൊടുത്ത പേരാ മുഹിയുദ്ദീൻ. ബദരീങ്ങളോട് തേടുന്നവരെ ആരാ ബദരീങ്ങളെന്നറിയുമോ? എന്തിനാ ബദരീങ്ങളുടെ ആദർശം എന്നറിയുമോ? ആയുധ സാമഗ്രികളില്ലാതെ ഈമാന് കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ പടർന്നു പന്തലിച്ച ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. പശ്ചിമേഷ്യയുടെ അങ്ങേ തലക്കലോ ഗാസയുടെ ഫലസ്തീനിന്റെ റഫയുടെ മണ്ണിൽ നിന്ന് കേട്ടില്ലയോ? ഉമ്മാന്റെ ജനാസക്കരികിൽ കുഞ്ഞുമക്കൾ ഇങ്ങനെ നിൽക്കാണ്. മൂത്തമോന് 9 വയസ്സുണ്ടാകും. താഴെയുള്ള മക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടി ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. പാമ്പുകളെ കൊണ്ട് തലയോട്ടി പോയ 5 വയസ്സുകാരന്റെ ജനാസ കയ്യിലെടുത്തിട്ട് വാപ്പ പറയാണ്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. 2 ഭാഗത്തേക്ക് മുടിമുടഞ്ഞു വെച്ച കുഞ്ഞുമോള് 3 വയസ്സുണ്ടാവൂലോ. പ്രിയമുള്ളവരെ, ജനാസക്ക് ചുംബനം കൊടുക്കുമ്പോ, കഫൻ പടവയിലേക്ക് വെച്ചു കൊടുക്കുമ്പോ കണ്ണ് നിറഞ്ഞില്ല, ചുണ്ടു മറച്ചില്ല. വാപ്പ പറഞ്ഞു ഹസ്ബുനല്ലാഹ്. അനസ്തേഷക്ക് മരുന്നില്ലാതെ പച്ചയായ ശരീരങ്ങളിൽ നിന്ന് അവയവങ്ങളെ മുറിച്ചു മാറ്റുമ്പോ ഫലസ്തീനിന്റെ യുവത പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് താഴെ നെഞ്ചും തലയും പുറത്തു കിടക്കുന്ന അവസ്ഥകളിലോട് മരണത്തിന്റെ വേദന കടിച്ചമർത്തുമ്പോ മോന് പറഞ്ഞു ഹസ്ബുനല്ലാഹ്. ശരീരത്തിൽ പതിച്ചുകൊണ്ട് വേദന കടിച്ചമർത്തുമ്പോ അവിടെ നിന്ന് മൂത്തമോന് മരണത്തിന്റെ വേദന കടിക്കുമ്പോ താഴെയുള്ള മോനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഹസ്ബുനല്ലാഹ്. അങ്ങ് ബദറിന്റെ ഊശ്വര മരുഭൂമിയിലോ ബദരീങ്ങൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബദരീങ്ങളോട് തേടുന്നവരെ, സഹായം തേടുന്നവരെ ആരാ ബദരീങ്ങളെന്നറിയാൻ? ആ യുദ്ധത്തിന്റെ തലേ രാത്രിയില്ലയോ മുറിഞ്ഞ വാൾത്തലപ്പുകളായി കഴിക്കാൻ ഭക്ഷണമില്ലാത്ത പട്ടിണിക്കോലങ്ങളോ 3 ഇരട്ടി വരുന്ന ശത്രുസേനയോട് നേരിടാനായി കടന്നു വരുമ്പോ അല്ല പറയാ, നിർഭയത്വത്തോടുകൂടെ സകലമാന സഹാബത്തിനെയും അല്ല ഉറക്കി കിടത്തുകയാ. എന്തിനാണ്? പിറ്റേ ദിവസം ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാനാ. ഉറങ്ങാൻ കഴിയുമോ? 3 ഇരട്ടി വരുന്ന ശത്രുസേനയുടെ മുന്നിൽ സുസജ്ജരായി നിൽക്കുമ്പോ എങ്ങനെയാ സമാധാനത്തോടുകൂടെ ഉറങ്ങാനുള്ളത്? പക്ഷെ അല്ലാഹു ഉറക്കി കിടത്തിയില്ലയോ? പക്ഷെ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. കച്ചത്തിന്റെ വെള്ള കാണുമാർ ഇരു കരങ്ങളും ആകാശഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചു കറങ്ങിക്കലഞ്ഞ കണ്ണോടുകൂടെ തേടിയത് അല്ലാഹുമ്മ തുഹ്രിക് ഹാദിഹിൽ ഇസാബാ. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിലോ, മക്കൾ യതീമുകളാകും,
മക്കളാകുമോ, ഭാര്യമാര് വിധവകളാകുമോ, കൊച്ചു മദീനയുടെ ഭരണം നഷ്ടപ്പെടുമോ എന്നല്ല. ലം തുഅബദ അബദാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഷോൾഡറിലുള്ള തട്ടം പോലും താഴെ വീണു പോകുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്ന് വാരിപ്പണർന്നിട്ട് പറയാ, മദി റസൂലേ, അല്ലാഹു കൈവിടില്ല നബിയേ. എന്തിനാണ് അവരുടെ ത്യാഗങ്ങൾ എന്നറിയുമോ? എന്തിനാ ബദരീങ്ങൾ അവരുടെ കയ്യും കാലും കൊടുത്തത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയമുള്ളവര്, പ്രായാധിക്യം കൊണ്ട് തളർന്നു വന്ന ഉബൈദ റളിയല്ലാഹു അൻഹു യുവാവായ ശത്രുവിനോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോ കണങ്കാലിന് വെട്ടുകൊണ്ട് താഴെ വീഴുകയാ. നിലത്ത് കിടക്കുന്ന ഉബൈദത്തിന് നേരെ വീണ്ടും ശത്രുവാള് കൊണ്ട് ആഞ്ഞു വെട്ടുമ്പോ അത് തടുക്കാനുള്ള ശ്രമത്തിലൂടെ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് വെട്ടേറ്റുകൊണ്ട് ബദറിന്റെ രണഭൂമി ഉബൈദയുടെ രക്തത്താൽ ചുകന്നു പോകുമ്പോ വാരിയെടുത്ത് റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടത്തുമ്പോ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞില്ല, നബിയേ, ചുഗന്ധേനോബൈദത്ത് എടുത്തത് അമ്മ, ചോരിന്തേ വരും വഴി കഴുകൈതമ്മ, നികരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ നേശാ തീരുമുമ്പ് കിടത്തിക്കൊണ്ടേ. റസൂലേ, അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിൽ നിന്ന് വരുന്നവനാ, ഷഹീദാവാന് മോഹിച്ചവനാ. ബദർ യുദ്ധ കളം വീട്ട് പിരിന്തോഞ്ഞാനേ, ബദർ ശുഹദാക്കളിൽ ഞാനോ പെടുമോ തേനേ. അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവാന് മോഹിച്ചവനാ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ കിടന്ന് മരിച്ച ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ? പാതിരാവിലും പാതി വിരിയുന്ന പാരിജാതങ്ങൾ തോറ്റുപോകുന്ന പുഞ്ചിരിയുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ മുത്തിൻ്റെതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ പുഞ്ചിരി മായുകയാണ്, പ്രവാചകന്റെ കണ്ണ് നിറയുകയാ. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് മുത്തുനബി പറയുന്ന വാക്കില്ലയോ, കൊഞ്ചം ബദർ പൂച്ചുണ്ടനക്കീഹും ബദർ ശുഹദാക്കളിൽ നീയോ പെടുമേ തേനേ. എന്റെ പ്രിയപ്പെട്ട ഉബൈദ, അങ്ങ് ബദർ ശുഹദാക്കളിൽ പെടുന്നവനാണെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എന്തിനാ ബദരീങ്ങളുടെ ത്യാഗമെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലൂടെ സ്നേഹമുണ്ടോ എങ്കിൽ അവരോട് തേടാനില്ല. അവര് പറഞ്ഞ അല്ലാ, അണ്ടഘടാഹങ്ങളുടെ സൃഷ്ടാവായ അല്ലാ, ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടാവായ അല്ലാ, സകലചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാ, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീഅ, നമ്മുടെ തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാ. നമ്മളുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാ, അവൻ ഏകനായ റബ്ബാണെങ്കിലോ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മളുടെ കരങ്ങളെ. ആ റബ്ബിലേക്ക് ചിരിക്കാൻ, ആ റബ്ബിനോട് തേടാൻ മുത്തനബിയോട് ഇഷ്ടമുണ്ടോ? പറന്ന മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുമ്പോ ഇരുട്ടിന്റെ മറവിലെ കാബാലയത്തിലേക്ക് തിരിഞ്ഞു നോക്കി പിച്ച വെച്ച് നടന്ന മക്കയുടെ മാറിടത്തോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, പറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട് ഹൃദയം ഭരിച്ചെടുത്ത വേദനയോടെ യാത്ര പറഞ്ഞപ്പോ അല്ല പറഞ്ഞില്ല, നബിയെ, ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്ക, അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്ക്. എന്തിനാ മുത്തനബിയുടെ ത്യാഗം? മക്ക മണൽത്തരികളല്ല, പാറനിബിടമാ. അവിടെ ആ റസൂലുള്ളാഹിനെ ചവിട്ടി മതിച്ച് രക്തം ചീന്തിയത് എന്തിനാ? മുത്തനബിയുടെ നൊമ്പരങ്ങള്.
തായിഫിന്റെ ജബരടുക്കുകൾക്ക് താഴെ ഒരു കുടിനീര് കൊടുക്കാതെ കരിങ്കൽ ചീളുകളെ കൊണ്ടെറിഞ്ഞ് രക്തം വാർന്ന് ബോധം പോയ മുത്തുനബി ഈത്തപ്പന മരത്തിന്റെ താഴെ ബോധം വരുമ്പോ കണ്ണുമിഴിക്കുമ്പോ കിലോമീറ്ററുകളോളം അബോധാവസ്ഥയിൽ ഓടിയത് ഒരു തുള്ളി ദാഹജലം തന്നില്ല നബിയെ. 600 ചിറകുകളോടെ ജിബ്രീലിനെ കണ്ട നിമിഷ പർവ്വതങ്ങളുടെ ഉത്തരവാദിത്വമുള്ള മലക്കുൽ ജിബാൽ പെയ്തിറങ്ങിപ്പോയ നിമിഷമാണ്. എന്റെ ചിറക് കണ്ടോ? ചിറകിന്റെ താഴെ പർവ്വത നിരകളെ കണ്ടോ? ഒരൊറ്റ വാക്ക് പോരെ, നശിപ്പിച്ചുകൊള്ളാ. വേണ്ട ജിബ്രീൽ, ആരെങ്കിലും ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നുവെങ്കിൽ അത് മതി എനിക്കെന്ന് പറഞ്ഞ മുത്തു നബിയുടെ നൊമ്പരമെന്തിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ വിളിക്കാനല്ല, നബിയോട് തേടാനല്ല, നബിയോട് സഹായം ചോദിക്കാനല്ല, ആ നബി പറഞ്ഞ അല്ലാഹുവോട് തേടാൻ. ബദരീങ്ങൾ 8-ാം അധ്യായത്തിൽ 9-ാമത്തെ ആയത്തിൽ ബദരീങ്ങൾ പറഞ്ഞ അല്ലാഹുവോട് തേടാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വാശിയല്ലാട്ടോ, വൈരാഗ്യമല്ലാട്ടോ, ആരോടും പരിഹസിക്കാനല്ല. 1 രൂപയുടെ നാണയച്ചുട്ട് ഇതിന്റെ പേരിൽ ഈ സംഘാടകർക്ക് ലാഭം ഉദ്ദേശിച്ചിട്ടല്ല. ഇവിടെ തേനിന്റെ കുപ്പി ഈത്തപ്പഴം കൊണ്ടുവന്ന് നിങ്ങളുടെ ആരുടെയും തലക്ക് പിടിപ്പിച്ചിട്ടില്ല, ഇല്ല. ആകെ നടത്തിയത് ഈ പരിപാടി നടത്താനുള്ള സംഭാവന ഇവിടെയുള്ള ആളുകൾ കുറേശ്ശെ കൊടുത്തു എന്നല്ലാതെ ഒരു ചൂഷണം നടത്തിയിട്ടില്ല. ഞങ്ങൾ ഈ നിങ്ങളുടെ കുത്തുബിയത്തൊക്കെ നിർത്തി ഞങ്ങൾ നടത്തുന്ന കുത്തുബിയത്തിന് വായൊന്ന് ക്ഷണിക്കാൻ വന്നതല്ല. ഇവിടുത്തെ ഉറൂസിനേക്കാൾ കെങ്കേമമായ ഒരു ഉറൂസ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അവിടേക്ക് പോരെന്ന് മാർക്കറ്റ് ചെയ്യാനല്ല. അള്ളാന്റെ വഹദാനിയത്ത് ഇവിടെ കൂടി എല്ലാവർക്കും അറിയാം. ഞങ്ങളോടൊക്കെ പല പ്രതാപങ്ങളും നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഇതിന്റെ പേരിൽ ആരും ഒന്നും നേടിയിട്ടില്ല. അത് അള്ളാന്റെ മാർഗത്തിലാണ്, അള്ളാന്റെ മാർഗത്തിലാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ തൗഹീദിന്റെ പ്രബോധനം നിർവഹിക്കുന്ന ഈ മംഗലാപുരത്തെ സലഫികൾക്ക്, കേസയുടെ ആളുകൾക്ക്, അവർക്ക് വേണ്ടി എനിക്ക് കൂടെ പറയാനുള്ളത്, اللهم أنت شاهد اللهم اشهد اللهم اشهد اللهم اشهد. അല്ലാഹുവേ, അല്ലാഹുവേ, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ. ഈ നാട്ടുകാരായ ആളുകൾക്ക് നിന്റെ തൗഹീദിന്റെ ശബ്ദവിധ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ജനങ്ങളെ നിങ്ങളുടെ ഊഴമാണ്. ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയാ. നാളെ വഹ്ദാനായ ജബ്ബാറായ റബ്ബിന്റെ കോടതിയിൽ കടന്നു വരുമ്പോ ഇവർ ഞങ്ങളുടെ അടുത്തുണ്ടായിട്ട് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല എന്ന് ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾക്കിനി സാധ്യമല്ല. ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ പണ്ഡിതന്മാരുണ്ടോ, ഉസ്താദുമാരുണ്ടോ? നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ദീന് മറച്ചു വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ദീന് ഒളിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവരുടെ വയറുകളിൽ അവരെ തീയല്ലാതെ നിറക്കുന്നില്ല. അള്ളാഹു നിങ്ങളോട് സംസാരിക്കില്ല, അള്ളാഹു നിങ്ങളെ തിരിഞ്ഞു നോക്കൂല, അള്ളാഹു നിങ്ങളെ സംസ്കരിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹൃദയത്തിന്റെ അടിത്തട്ടിലെ സ്നേഹമാണ് ഈ ശബ്ദം ഇവിടെ ഉപയോഗപ്പെടുത്തി ഈ നടന്ന പ്രബോധനങ്ങള്. പരലോകത്തിനെ ഓർത്ത് ഖബറിൽ രക്ഷപ്പെടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ ഒരേ ഒരു മന്ത്രമുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോ, ഇതുവരെയുള്ള എന്റെ സംസാരത്തിൽ നിങ്ങളുടെ ആരുടെങ്കിലും മനസ്സിനെ വേദനിപ്പിക്കുമാറ് പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഒരു വാക്കെന്നിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. പക്ഷേ മതം പറഞ്ഞത്, ആദർശം പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞതാണ്. ഖബറിന്റെ വിഷയമാണ്, പരലോകത്തിന്റെ വിഷയമാണെന്നുള്ളത് കൊണ്ടാണ് പഠിക്കാൻ ഉൾക്കൊള്ളാനും തയ്യാറാവണേ. അള്ളാഹുവേ, സ്വീകരിക്കണേ അള്ളാഹ്, കബൂൽ ചെയ്യണേ അള്ളാഹ്. കത്തിയാളെന്ന നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അള്ളാഹ്, സ്വർഗം നിന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടല്ലാ. എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفاه وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.